ബഹുമാനപ്പെട്ട അധ്യക്ഷനവരുകളെ, സുഹൃത്തുക്കളെ, സഹോദര സഹോദരിമാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഒരു കാര്യം നിങ്ങൾക്ക് പറയാൻ, ഞാൻ എന്തിന് ഇസ്ലാമിലേക്ക് വന്നു? ഒരു കാലഘട്ടങ്ങളിലൊക്കെ ഇസ്ലാം എന്ന് പറഞ്ഞു തരുന്ന മുസ്ലിം സമുദായത്തിനെ എതിർക്കുന്ന ആളായിരുന്നു. എറണാകുളം ജില്ലയിലെ കോതമംഗലം എന്ന് പറയുന്ന സ്ഥലത്ത് മുണ്ടക്കൻ എന്ന് പറയുന്ന കുടുംബത്തിൻ്റെ ഒരംഗമാണ് ഞാൻ. 22 അച്ഛന്മാരിലെ ഒരു ഫാദറാണ് ഞാൻ. അച്ഛൻ മാത്രമല്ല, അച്ഛനും അച്ഛന്മാരുടെ അസോസിയേഷൻ്റെ കേരളത്തിൻ്റെ സെക്രട്ടറിയുമാണ് ഞാൻ. അന്ന് എൻ്റെ പേര് ജോൺ മുണ്ടക്കനാണ്. എനിക്കൊരു വാശി അന്നുണ്ടായിരുന്നത്, എൻ്റെ നേതാക്കന്മാരൊക്കെ പറഞ്ഞിരുന്നത്, ഞാൻ 2-3 പ്രാവശ്യം റോമിലും മാർപ്പാപ്പയുടെ അടുത്ത്, ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ അടുത്തും, പോളണ്ടിലും ഫ്രാൻസിലും മോസ്കോയിലും ഫിലിപ്പീൻസിലും സിറിയയിലും പല രാജ്യങ്ങളിലൊക്കെ പോയിട്ട് ഞാൻ ബൈബിൾ ക്ലാസ് അത് നേടിയ ആളാണ്. എനിക്ക് ബൈബിൾ കാണാപ്പാടമാണ്. അതാണ് ഇന്നും ഞാൻ ജീവനോടെ ഇരിക്കുന്നത്. അല്ലെങ്കിൽ ഇതിനു മുമ്പ് ക്രിസ്ത്യൻസ് എന്നെ തട്ടുമായിരുന്നു. എനിക്ക് ഭീഷണിയുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. അപ്പം ഞാൻ എന്തുകൊണ്ട് അന്നത്തെ കാലത്ത് എനിക്കൊരു ഇതുണ്ടായിരുന്നു. അതായത് വന്നിട്ട് എനിക്കന്ന് ഒരു ധാരണ ഉണ്ടായിരുന്നു. എന്തെന്ന് പറഞ്ഞാൽ, സിറിയയിൽ ചെന്നപ്പോൾ അവിടെ സിറിയൻ ക്രിസ്ത്യൻസും ഉണ്ട്, മുസ്ലിങ്ങളും ഉണ്ട്. 2 പാർട്ടികളാണ്. അപ്പോൾ ഭരണം ഇരിക്കുന്നത് മുസ്ലിങ്ങളുടെ കയ്യിലാണ്, മനസ്സിലാക്കണം. അപ്പോൾ എനിക്കൊരു ധാരണ ഉണ്ടായിരുന്നു, അത് റോമൻ കത്തോലിക്കരല്ലാതെ ഓർത്തഡോക്സ് എന്ന് പറയുന്ന യാക്കോബ സമുദായത്തിൻ്റെ നേതാക്കന്മാരവിടെ ഉണ്ട്. ലോകത്തുള്ള എല്ലാ യാക്കോബക്കാരുടെയും നേതാവ് അവിടെയാണ്. അപ്പോൾ അവർക്ക് എന്തുകൊണ്ട് അവിടുത്തെ ഭരണം കിട്ടിയിട്ടില്ല? അപ്പം മുസ്ലിങ്ങൾ ക്രിസ്ത്യാനികളെ വഞ്ചിച്ചതല്ലേ എന്നുള്ള ധാരണ വെച്ചിരുന്നു അന്നത്തെ കാലത്ത്. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഞാൻ മാർപ്പാപ്പയുടെ അടുത്ത് പോയി, റോമിൽ പോയി വന്ന സമയത്ത് എനിക്ക് എൻ്റെ നാട്ടിലുണ്ട്, അതായത് ഈ അച്ഛന്മാർ കഴിഞ്ഞ് തീർന്ന മെത്രാൻ കഴിഞ്ഞ ആർച്ച് ബിഷപ്പ് കഴിഞ്ഞ കർദിനാൾ. ഈ കർദിനാളെന്ന് പറയുന്നതിൽ ലോകം മുഴുവനുമുള്ള 266 കർദിനാൾമാരുണ്ട്. അതിൽ നിന്ന് തേർന്നെടുക്കുന്നതാണ് മാർപ്പാപ്പ എന്ന് പറഞ്ഞാൽ, എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ചെറിയ അള്ളാവ്, മനസ്സിലാക്കണം നിങ്ങൾ. അപ്പോൾ അങ്ങനെയുള്ള മാർപ്പാപ്പയുടെ ഒരു സ്ഥാനമുള്ള ആളാണ് ഇവിടെ ഉള്ള ആൾ. ആര്? കേരളത്തിൽ, ഇന്ത്യ രാജ്യത്ത് 2 കർദിനാളേ ഉള്ളൂ, ഒന്ന് ബോംബെയിലും ഒന്ന് കേരളത്തിലും. അന്ന് ഞാനുണ്ടായിരുന്ന കാലത്തുണ്ടായിരുന്ന ആൻ്റണി പടിയറ കർദിനാൾ. അപ്പം ഞങ്ങൾക്കൊരു നിർദ്ദേശം തന്നു. 1974 എൻ്റെ അടുത്ത് വിളിച്ചിട്ട് പറഞ്ഞു, അതായത് വന്നിട്ട് നിങ്ങൾ വന്ന് മലപ്പുറം ജില്ലയിൽ പോയിട്ട്, മുസ്ലിങ്ങൾ കൂടുതലുള്ള സ്ഥലം മലപ്പുറം ജില്ല, അവിടെ ചെന്നിട്ട് എത്ര പണം ചിലവായാലും തിരക്കില്ല, മുസ്ലിങ്ങളെ ക്രിസ്ത്യൻ മതത്തിലേക്ക് കൊണ്ടുവരണമെന്ന് പറഞ്ഞ് ഞങ്ങൾക്കൊരു നേതൃത്വം തന്നു. അപ്പോൾ അന്ന് ഞാൻ പറഞ്ഞു, അത് റെഡി, അതിന് എന്ത് വേണമെങ്കിലും ഞാൻ അതിന് തയ്യാറാണെന്നും പറഞ്ഞും കൊണ്ട് ഞങ്ങൾ ഒരു 7 ഫാദർമാർ ഞങ്ങൾ മഞ്ചേരിയിലെത്തി. മലപ്പുറം ജില്ല മഞ്ചേരിയിൽ വന്നും കൊണ്ട് ഞങ്ങൾ പ്രവർത്തിച്ചു. ഓരോ വീട്ടുകളിലും നടക്കും. ഇന്നത്തെ മാതിരിയല്ല, അന്ന് മഹാപാവപ്പെട്ട മുസ്ലിങ്ങളാണ് കൂടുതലുമുള്ളത്. അന്നത്തെ പാവപ്പെട്ട വീട്ടുകളിലൊക്കെ ഞങ്ങൾ കയറും. അവരുടെ 3-4 കുട്ടികളും മക്കളും ഒക്കെ കാണുമ്പോൾ ഞങ്ങൾ പാവം തോന്നിയിട്ട് അവർക്ക് എന്തെങ്കിലുമൊക്കെ പൈസ കൊടുക്കും, അങ്ങനെ സഹായിക്കും. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അങ്ങനെയെങ്കിലും ഇത് കണ്ടുപിടിച്ച് കൊണ്ട് അവർ ഇങ്ങോട്ട് വരണം എന്നുള്ള താല്പര്യം അന്ന് എനിക്കുണ്ടായിരുന്നു. അങ്ങനെ പണം വാരി എറിഞ്ഞ് ഞങ്ങളന്ന് പ്രവർത്തിച്ചു. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ്, അങ്ങനെ പ്രവർത്തിച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ഒരാളിനെയും ഇസ്ലാമിൽ നിന്ന് ക്രിസ്ത്യൻ മതത്തിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ 75 ഒരു അറബി അറിയുന്ന ഒരാളിനെ നമുക്ക് ആവശ്യമുണ്ടെന്നും പറഞ്ഞും കൊണ്ട് ഞാനവിടെ ഓരോരുത്തരടുത്ത് പറയാൻ തുടങ്ങി.
അങ്ങനെ ഇരിക്കുമ്പോഴാണ് പറഞ്ഞത്, ഇവിടെ ഒരു അലവി നടക്കുന്നുണ്ട്, കോട്ടയ്ക്കലടുത്തുള്ള ഒതുക്കിനുള്ളവനാണ്, പട്ടിക്കാട് ജാമ്യയിൽ ഓതിയിരുന്നു, മഹാനായ സംസുലമ കോളേജിൽ നിന്ന് അവനെ പുറത്താക്കിയതാണ്, ഇപ്പോൾ അതിലുമില്ല ഇതിലുമില്ലാതെ നടക്കുക എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അവനെ തിരഞ്ഞു നടന്ന് എനിക്ക് കിട്ടി. അവൻ്റെ അടുത്ത് ഞാൻ ചോദിച്ചു, ഞങ്ങളുടെ മതത്തിലേക്ക് വരുന്നോ, ക്രിസ്ത്യൻ മതത്തിലേക്ക് എന്ന് ചോദിച്ചു. വരാമെന്ന് പറഞ്ഞു. അങ്ങനെ അവന് കുറച്ച് പൈസയൊക്കെ വാരിക്കൊടുത്ത് എടക്കര പുഴയിൽ കൊണ്ടുപോയിട്ട്, സാധാരണ വലിയ ആളുകളെ പുഴയിൽ കൊണ്ടുപോയിട്ടാണ് മാമൂദിസ മുക്കൽ. അങ്ങനെ പുഴയിൽ കൊണ്ട് ഇത്ര വെള്ളത്തിലൊക്കെ ഇറക്കി നിർത്തി അവനെ തലയിൽ വെള്ളമൊക്കെ കോരി ഒഴിച്ച് മാമൂദിസ മുക്കി യോസഫ് എന്ന് പേരിട്ടു. ഞാൻ എന്നേര് അന്നത്തെ കാലത്ത് മഞ്ചേരി ടൗണിൽ കുറഞ്ഞ ആ ഐറ്റത്തിൽ ഞങ്ങൾക്ക് കുറച്ച് സ്ഥലം കിട്ടി, വിലയ്ക്ക് വാങ്ങിച്ചു. അവിടെ ഒരു ബിൽഡിംഗ് ഉണ്ടാക്കി. അതിൻ്റെ പേര് മർക്കസിൽ പിസാറ എന്ന് പറഞ്ഞ് ഞങ്ങളൊരു പേരും വെച്ചു. അലബീനെ അവിടെ ഇരുത്തി. അലബി അറബി ആയത്തെ കൊടുത്ത് ഇങ്ങനെ ബുക്കിറക്കും, ബാക്കിയുള്ള കാര്യങ്ങൾ ഞങ്ങൾ ചെയ്യും. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് 1978 മഹാനായ ശൈഖുന സംസുലമ മഹാനവറുകൾ ഇങ്ങനെ ഒരു പ്രവർത്തനം നടത്തുന്ന അറിഞ്ഞുകൊണ്ട് മഞ്ചേരിയിൽ സവാളിലെത്തി ഞങ്ങൾക്കൊരു കത്തയച്ച് ഞങ്ങളെല്ലാവരും കൂടെ അവിടെ ചെന്നു. ചെന്നപ്പോൾ എൻ്റെ സഹോദരന്മാരെ, അന്നത്തെ മുസ്ലിങ്ങൾ ഞങ്ങളെ കൊല്ലാൻ തീരുമാനിക്കുന്ന മാതിരിയുള്ള ആ നോട്ടങ്ങളുമൊക്കെ കണ്ടപ്പോൾ ഞാൻ പേടിച്ചു. മഹാനവറുകൾ പറഞ്ഞു, ഞാൻ ക്ഷണിച്ചിട്ട് വന്ന എൻ്റെ അഗതികളാണ്, അതുകൊണ്ട് അവരെ നല്ല രീതിയിൽ ഇവിടെ നിന്ന് പറഞ്ഞു വിടണം, ആരും അതിനെ എതിർക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് അദ്ദേഹം പറഞ്ഞ് അന്ന് ഞങ്ങളുടെ ജീവൻ രക്ഷിച്ചു. എങ്ങനെയെന്ന് പറഞ്ഞാൽ, എൻ്റെ അടുത്ത് പറഞ്ഞു, ഇവിടെ ജബൂർ എന്താ, തവറാത്ത് എന്താ, ഇഞ്ചിയിൽ എന്താ, ബുർഖാൻ എന്താ, ഇതൊക്കെ ഞങ്ങൾക്ക് തിരിയും, നിങ്ങളിവിടെ പ്രവർത്തിക്കേണ്ട, വേഗം സ്ഥലം വിട്ടുകൊള്ളുക എന്ന് പറഞ്ഞു. അന്ന് ഞാൻ കണക്കാക്കി ഒരു പഴഞ്ചൻ മൂല്യാർ, ഒരു തലയിൽ കെട്ടും ഒരു താടിയും അല്ലാതെ ഇയാൾക്ക് എന്താ അറിയാം, സുറിയാനി അറിയുമോ എന്നുള്ളൊരു ധാരണ നമുക്കുണ്ടായിരുന്നു. അങ്ങനെ അവിടെ നിന്ന് പോയിട്ട് ആ വാശിക്ക് 78 മുതൽ 80 വരയ്ക്കും പണം വാരി എറിഞ്ഞുകൊണ്ട് നിലമ്പൂർ, എടക്കര, വഴിക്കടവ്, ചുങ്കത്തറ എന്ന് പറയുന്ന ആ പ്രദേശങ്ങളിലിരുന്ന് പാവപ്പെട്ട മുസ്ലിങ്ങളെ ഞങ്ങൾ അതിന് പണം വാരി എറിഞ്ഞു. മാത്രമല്ല, അവരുടെ പെൺകുട്ടികളെ കെട്ടിക്കാൻ പൈസ കൊടുക്കും. മലയിലുള്ള വലിയ പുല്ലുകളൊക്കെ വെട്ടിക്കൊണ്ട് മേഞ്ഞ് താമസിക്കുന്ന പാവങ്ങൾ അവർക്ക് വീട് വെച്ച് കൊടുക്കും. അങ്ങനെയൊക്കെ ആയിട്ട് അങ്ങനെ അന്നത്തെ കാലത്ത് 1980 വരയ്ക്കും 68 മുസ്ലിം കുടുംബത്തിനെ ക്രിസ്ത്യൻ മതത്തിലേക്ക് മാമോദീസ മുക്കി ഞാൻ എടുത്തു. മനസ്സിലാക്കണം, ഇത് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് എന്തെന്നറിയോ? നിങ്ങൾ പഴയ ആൾക്കാരനെ, ഞാൻ പുതിയ ആളാണ്, പക്ഷേ ഇപ്പോൾ പുതിയതും പഴയതും അല്ല. ഇവിടെ നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ അത് നല്ലതായിരിക്കണം. ആ നല്ല കാര്യത്തിൽ കൂടെ പോയി തീർന്നാൽ എല്ലാവരും നമ്മുടെ കൂടെ ഉണ്ടാവും. തെറ്റായിട്ടുള്ള അഭിപ്രായത്തിൽ പോയി തീർന്നാൽ ആരും ഉണ്ടാവില്ല, താൽക്കാലികമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്ന ഉദ്ദേശം, അങ്ങനെ ഞാൻ 68 കുടുംബം മതം മാറ്റിയിട്ട് എടക്കരയിൽ നിന്ന് ഞാൻ വെല്ലുവിളിച്ചതാണ്. ഇഞ്ചിയിലുള്ള ഗ്രന്ഥത്തിൻ്റെ സുറിയാനി പാസ്, ഇവിടെ 4 ഗ്രന്ഥം ഇറക്കിയിട്ടുണ്ട്, ജബൂർ, തവറാത്ത്, ഇഞ്ചിയിൽ, ഖുർആൻ. മനസ്സിലാക്കണം, ഓരോ നബിമാരും സംസാരിച്ചിട്ടുള്ള ഭാഷയിലാണ് ഓരോ ഗ്രന്ഥങ്ങളും ഇറക്കി കുറിച്ചിട്ടുള്ളത്. ആ ഭാഷയിൽ ആ ഇഞ്ചിയിൽ ഉള്ളത് ഈസാ നബി അലൈഹി ഇസ്ലാമിനെ ഇറക്കി കൊടുത്ത ആ ഗ്രന്ഥത്തിൻ്റെ സുറിയാനി ഭാഷയിൽ ഞങ്ങൾ ചോദിക്കുന്നതിന് മറുപടി വരാൻ തയ്യാറുള്ളവരുണ്ടെങ്കിൽ വല്ലവരും മുന്നോട്ട് വരാമെന്ന് പറഞ്ഞാൽ അന്ന് ഞങ്ങൾ വെല്ലുവിളിച്ചു. അങ്ങനെ ആരും വന്നില്ലെന്ന് പറഞ്ഞാൽ വരില്ല, കാരണം ഇവിടെ ഒരു പണ്ഡിതന്മാർക്കും സുറിയാനി അറിയില്ല, അത് ഞങ്ങൾക്ക് നല്ലോണം അറിയാം. അങ്ങനെ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും, അങ്ങനെ വന്നില്ലെന്ന് പറഞ്ഞാൽ നമുക്ക് ഇനിയും ഇഷ്ടം പോലെ ആൾക്കാരെ നമുക്ക് ക്രിസ്ത്യൻ മതത്തിലേക്ക് കൊണ്ടുവരാമെന്ന് ഒരു ധാരണ നമുക്കുണ്ടായിരുന്നു. ആ വെല്ലുവിളി നേരിട്ട് വന്നാണ് മഹാനായ ശൈഖുന സംസുലമ മഹാനവറുകൾ 1980 എടക്കര മുസ്ലിയാരങ്ങാടി ഒരു പാടത്ത് അദ്ദേഹത്തിനൊരു സ്റ്റേജ്, ഞങ്ങൾക്ക് അച്ഛന്മാർക്കൊക്കെ കസേരയിട്ട് തന്നു. പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ വലിയ ഉദ്യോഗസ്ഥന്മാരൊക്കെ അവിടെ ഉണ്ടായിരുന്നു. ലക്ഷക്കണക്കിന് ജനങ്ങളുണ്ട്. ക്രിസ്ത്യൻ സമുദായവും മുസ്ലിം സമുദായവുമായിട്ട് ആദ്യമായിട്ട് കേരളത്തിലെ ഒരു സംഭാഷണത്തിൻ്റെ ഒരു ഇതാണത്. ഞങ്ങൾ 5 മണിക്കൂർ നേരം അങ്ങോട്ടും ഇങ്ങോട്ടും സംസുലമയുമായിട്ട് വാദിച്ചു. ഞങ്ങൾക്കൊരെത്തും പിടുത്തവും കിട്ടുന്നില്ല.
ഞങ്ങൾ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും അവസാനം സുറിയാനി സംസാരിക്കുന്ന അറിയാൻ വയ്യ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് സുറിയാനി ഭാഷയെ തന്നെ സംസാരിക്കാൻ തുടങ്ങുന്നത് സംസലമ. നല്ല ഇംഗ്ലീഷിൽ സംസാരിക്കുന്ന സംസലമ. മനസ്സിലാക്കണം, അദ്ദേഹത്തിന് ഒരുപാട് ഭാഷകളറിയാം. എന്നാൽ അദ്ദേഹം സുറിയാനി സംസാരിച്ച് കഴിഞ്ഞ് തീർന്നാൽ പിന്നെ നമ്മൾ മലയാളത്തിൽ പറഞ്ഞാൽ അദ്ദേഹം മലയാളത്തിൽ പറയില്ല. പിന്നെ അദ്ദേഹം പറയുന്ന വായിന്ന് വരുന്ന മുഴുവൻ സുറിയാനിയാണ്. അതിൽ എൻ്റെ കൂട്ടത്തിലുമുള്ള അച്ഛന്മാരൊക്കെ വന്നിട്ട് ഒരു പരിധി വരെ അറിയുള്ളൂ. അവർ ആകെ കുഴഞ്ഞു. അവസാനം ഞാൻ പറഞ്ഞ അവസാനത്തെ നബി ഏതാണെന്ന് ചോദിച്ചു. നിങ്ങളുടെ ഗ്രന്ഥത്തിൽ എന്താ ഉള്ളതെന്ന് ചോദിച്ചു എൻ്റെ അടുത്ത്. ഞാൻ പറഞ്ഞു ഞങ്ങളുടെ ഗ്രന്ഥത്തിലുള്ള യേശുവാണ് അവസാനത്തെ നബി. അപ്പോൾ ഇവിടെ മൊത്തം എത്ര നബിമാർ വന്നിട്ടുണ്ട് ചോദിച്ചു. ഞാൻ പറഞ്ഞു 1,24,000 ചില്ലുവാൻ അമ്പിയാക്കന്മാരെ ഇവിടെ വന്നിട്ടുണ്ട്, പ്രവാചകന്മാർ. അത് അവസാനത്തെ നബി ഈസയാണെന്ന് പറഞ്ഞ് ഞാൻ അവിടെ തർപ്പിച്ചു. തെളിവുണ്ടോയെന്ന് ചോദിച്ചു. തെളിവുണ്ട്, എൻ്റെ അടുത്ത് ഗ്രന്ഥമുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് ഗ്രന്ഥമുണ്ട്, കയ്യിലുണ്ടെന്നുള്ളത് നമുക്കറിയില്ല. അപ്പോൾ പറഞ്ഞ് കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. ഞാൻ നല്ലോണം മനസ്സിലാക്കുക എൻ്റെ സഹോദരന്മാരെ, ഒരു മനുഷ്യൻ എന്തിനാ ഇസ്ലാമിൽ വരുന്നു, അത് എന്തുകൊണ്ട് വരുന്നു, എന്ത് അടിസ്ഥാനം വെച്ചും കൊണ്ട് വരിക എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക ആദ്യം. അങ്ങനെ ഞാൻ ആ പുതിയ സുറിയാനി ഗ്രന്ഥം കൊണ്ട് അദ്ദേഹത്തിൻ്റെ കൈ കൊടുത്തപ്പോൾ അദ്ദേഹം അത് വാങ്ങിച്ചിങ്ങനെ മറിച്ച് നോക്കി. ആരാ അവസാനത്തെ നബി എന്ന് ചോദിച്ച്. ഞാൻ പറഞ്ഞു ഈസയാണ്. ലൂതൽ ലുക്കർദ് ലൂസൽ ലുകൂതി ആദൽ ഈസ. എന്താ സംശയമുണ്ടോ? നല്ലോണം നോക്കി അറിയാമെങ്കിൽ എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം ആ ഗ്രന്ഥം ഇങ്ങനെ നോക്കിയിട്ട് വലിച്ച് ഈ അച്ഛന്മാരിക്കുന്നിടത്ത് വലിച്ചെറിഞ്ഞു. അതല്ലടോ ഗ്രന്ഥം, അതല്ല ഗ്രന്ഥം. സുറിയാനി അത് മാത്രമല്ല, എൻ്റെ അടുത്തുണ്ട് ഗ്രന്ഥമെന്ന് പറഞ്ഞു. മയക്കിൻ്റെ അടുത്ത് വാന്ന് പറഞ്ഞു. ഞാൻ അടുത്ത് ചെന്നപ്പോൾ ഒരു പഴയ സുറിയാനി ഗ്രന്ഥം എടുത്തു തന്നു. അവസാനത്തെ നബി ഏതാന്ന് നീ ഒന്ന് പടി. ആ 3ാമത്തെ പേജിലൊന്ന് നോക്ക്. മറ്റതിൽ കാണുന്ന എന്താ? ഞാൻ കൊടുത്തതിൽ ലൂതൽ ലുക്കർദ് ലൂസൽ ലുകൂതി ആദൽ ഈസ, മഹാനായ സംസലമ തന്ന ആ ഗ്രന്ഥത്തിൽ എന്താ കാണുന്ന? അവസാനത്തെ ഇവിടെ വന്ന 1,24,000 ചില്ലുവാൻ അമ്പിയാക്കന്മാരിൽ അവസാനത്തെ പ്രവാചകൻ ആരാ? മഗർദി മാസൽ മുഹൂദി ആദർ റീഖൽ അഹമ്മദ് എന്ന് എവിടെ നോക്കിയാലും കാണാം. ആരുടെ പേര്? അന്ത്യപ്രവാചകൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പരിശുദ്ധ പേര് അഹ്മദ്. ലഖറിയ ലാദൽ ലഖറിദി ആസൽ മഖൂദി അക്രി ആസൽ മഹൂ അബൂവ ലീദൽ അഹ്മദ്. മനസ്സിലാക്കണം. ഇത് കണ്ടപ്പോൾ ഞാൻ ആകപ്പാടെ വെപ്രാളപ്പെട്ടു. എങ്ങനെയാ ഇനി അടുത്ത് മറുപടി കൊടുക്കാൻ? അതിന് ഈ ഗ്രന്ഥം കൊണ്ട് പറ്റൂല്ലല്ലോ. ഇത് പുതിയതാണ്, അത് പഴയതാണ്. അതും സുറിയാനി, ഇതും സുറിയാനി. അതെ, അദ്ദേഹം അടിച്ചതല്ല. ഈ ഗ്രന്ഥം ഞാൻ അടിച്ചതുമല്ല. ലോകത്ത് വെച്ച് 3 സ്ഥലം മാത്രമേ ഉള്ളൂ സുറിയാനി ഗ്രന്ഥം അടിക്കുന്നത്. എവിടെ? ഒന്ന് സിറിയ, ഒന്ന് പോളണ്ട്. മനസ്സിലാക്കണം. ഒന്ന് വന്നിട്ട് റോം. ഇതിൽ ഞങ്ങൾ ആകപ്പെട്ട ഇതായി. അതിൽ ഞങ്ങൾ പരാജയപ്പെട്ടു. അപ്പോൾ പരാജയപ്പെട്ടപ്പോൾ നിങ്ങൾക്കിനി എല്ലാം ചോദിക്കാനുണ്ടോയെന്ന് ചോദിച്ചില്ല. ഉസ്താദേ, ഞങ്ങൾ പോവാൻ ഞങ്ങൾക്ക് അനുവാദം തരണമെന്ന് പറഞ്ഞു. നിങ്ങൾ പോകുന്നതിന് മുമ്പ് വലിയൊരു ബുക്കുണ്ട്, അതെടുത്ത് തന്നിട്ട് പറഞ്ഞാൽ അതിൽ ഒപ്പിടുക. ഞാൻ പറഞ്ഞു ഞങ്ങളുടെ മെത്രാനെ വിളിക്കാം, എൻ്റെ അധികാരിയാണ് മെത്രാൻ. അത് പറ്റില്ല, നിങ്ങൾ അസോസിയേഷൻ്റെ സെക്രട്ടറിയാണ് അച്ഛന്മാരുടെ, അത് നിങ്ങൾ ഒപ്പിടാൻ പറഞ്ഞു. മലപ്പുറം ജില്ലയിൽ നിന്ന് മാത്രമല്ല, ഇവിടെ ഉള്ള ഒരു മുസ്ലിമിനെ ക്രിസ്ത്യൻ മതത്തിലേക്ക് മതം മാറ്റില്ല എന്ന് പറഞ്ഞ് ഒപ്പിടാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ അവിടെ നിന്ന് സ്വല്പം നേരം ആലോചിച്ചിട്ട് പറഞ്ഞു ഞാൻ ഒപ്പിടാം. അപ്പോൾ എനിക്ക് തോന്നി യഥാർത്ഥം ഇത് തന്നെയാണ്, ഞാൻ ഒപ്പിടാം. എന്നാലും അദ്ദേഹത്തിൻ്റെ അടുത്തൊരു ചോദ്യം ചോദിക്കാം, എന്നിട്ട് നമുക്ക് അതിന് തീരുമാനം എടുക്കാമെന്ന് പറഞ്ഞ് ഞാൻ ചോദിച്ചു, ഉസ്താദേ ഞാനതിൽ ഒപ്പിടുന്നതിന് മുമ്പ് എനിക്കൊരു ചോദ്യം ചോദിക്കാനുണ്ട്, അതിന് മറുപടി എനിക്ക് തരണമെന്ന് പറഞ്ഞു. ചോദിച്ചോളാൻ പറഞ്ഞു. ഇവിടെ 1.25 ലക്ഷം അമ്പിയാക്കന്മാർ വന്നിട്ടുണ്ട്. അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട ഒരുപാട് ഔലിയാക്കന്മാർ വന്നിട്ടുണ്ട്. പക്ഷേ അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട ഒരുപാട് അടിമകൾ ഇവിടെ വന്നിട്ടുണ്ട്. പക്ഷെ അവരൊക്കെ വന്നിട്ട് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വന്നാൽ അപ്പോൾ യഹോബ അടുത്ത് കൈ നീട്ടും. യഹോബ എന്ന് പറഞ്ഞാൽ അള്ളാഹ്. ആ കൈ നീട്ടിയാൽ അതിന് ഉത്തരം കിട്ടും. അല്ലേ ഉസ്താദേ?
എന്നാൽ 4-ാം വേദത്തിലെ ഏറ്റവും വലിയ ഉന്നതമായിട്ടുള്ള ഒരു പണ്ഡിതൻ നിങ്ങളെപ്പറ്റി ഞാൻ കേട്ടിട്ടുണ്ട്, സംസുലമ. സംസുലമ എന്ന് പറഞ്ഞാൽ അറിയുന്നവർക്കറിയാം, അറിയാത്തവർക്കറിയില്ല. അതൊരു പ്രകാശം. അങ്ങനെയുള്ള നിങ്ങളുടെ എനിക്ക് ചോദിക്കാനുള്ളത്, ഇപ്പോൾ ഞാൻ ഒരു മരണപ്പെട്ടു പോയ ഒരു മനുഷ്യൻ്റെ മൃതദേഹം കൊണ്ടുവന്ന് ഉസ്താദിൻ്റെ മുന്നിൽ ഞാൻ കിടത്തും, മരിച്ച ആളുടെ. അതിനെക്കൊണ്ട് ഉസ്താദിന് സംസാരിക്കാൻ കഴിയുമോ എന്നൊരു ചോദ്യം ഞാൻ അവിടെ വെച്ചപ്പോൾ മഹാനവർകൾ പെട്ടെന്ന് ആ കസേരയിൽ അവിടെ ഇരിക്കുകയും 2 കൈയും വെച്ച് തലയും കുനിഞ്ഞൊരു 10 മിനിറ്റ് നേരം അവിടെ ആ ഇരുത്തം അവിടെ ഇരുന്നും കൊണ്ട് എണീറ്റിട്ട് പറഞ്ഞു, എവിടെയോ നിൻ്റെ മരണപ്പെട്ടു പോയ ആളുടെ മൃതദേഹം, അത് കൊണ്ടുവന്ന് എൻ്റെ മുന്നിൽ കിടത്ത്, അതിനെക്കൊണ്ട് സംസാരിക്കാൻ കഴിയുകയോ ഇല്ലെന്ന് ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ആകെ വെപ്രാളപ്പെട്ടു. കാരണം എന്തെന്ന് പറഞ്ഞാൽ രാത്രി 3:45 മണിക്ക് എവിടുന്നാ ഒരു മരിച്ചയാളുടെ മൃതദേഹം കിട്ടുക? അല്ലെങ്കിൽ ഒരുത്തനെ തല്ലിക്കൊന്നു കൊണ്ട് തരണ്ടേ? നടക്കുന്ന കാര്യമല്ല. അപ്പോൾ എനിക്ക് തോന്നിയത് ഈ 10 മിനിറ്റ് നേരം തലയും കുനിഞ്ഞിരുന്നപ്പോൾ ആരെയൊക്കെ വിളിച്ചിട്ടുണ്ട് എന്നുള്ളത് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. അവിടെ നിന്ന് ഞങ്ങൾ വേഗം ഒപ്പിട്ടിട്ട് പരാജയപ്പെട്ട് അവിടെ നിന്ന് ഓടി സ്ഥലം വിട്ടവരാണ് ഞങ്ങൾ. മനസ്സിലാക്കണം നിങ്ങൾ. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഓരോ കാര്യങ്ങളും മനസ്സിലാക്കണം. അത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് കിട്ടിയിട്ടുള്ള തിരിച്ചടി എന്തെന്നറിയോ നിങ്ങൾക്ക്? എറണാകുളത്ത് വെച്ചും കൊണ്ട് എൻ്റെ നേതാക്കന്മാരുമായിട്ട് ഞാൻ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, നിങ്ങൾ ചോദ്യങ്ങൾ ഇപ്പോൾ ചോദിക്കണ്ട, 83 റോമിൽ പോയിട്ട് വന്നിട്ട് നിങ്ങൾക്ക് മറുപടി തരാമെന്ന് പറഞ്ഞു. ആയിക്കോട്ടെന്ന് പറഞ്ഞ് അതിന് സമ്മതിച്ചു. ആ 83 വരയ്ക്ക് ഞാൻ എൻ്റെ വീട്ടിൽ വെറുതെ ഇരുന്നില്ല. എൻ്റെ വീട്ടിൽ എൻ്റെ റൂമിലിരുന്നും കൊണ്ട് എൻ്റെ അടുത്തുണ്ട് പഴയ ഗ്രന്ഥം, സുറിയാനി ഗ്രന്ഥം. അതപ്പോഴാണ് ഞാൻ എടുക്കുന്നത്. പണ്ട് എൻ്റെ ഒരു മൂത്ത അമ്മാവൻ ഫാദറായിരുന്നു, റോമിലുള്ള കാലത്ത് അദ്ദേഹത്തിന് അവിടെ നിന്ന് കിട്ടിയതാണ്. അത് കൊണ്ടുവന്ന് എൻ്റെ കയ്യിൽ അന്നത്തെ ചെറുപ്പകാലത്ത് എൻ്റെ കയ്യിൽ തന്നിട്ട് പറഞ്ഞു, ഇത് പഠിച്ച് ആ വഴി കൂടെ നടന്നോളാൻ പറഞ്ഞു. പക്ഷെ അന്ന് എനിക്ക് നോക്കാനും സമയമില്ല. അങ്ങനെ ഒരു കാലഘട്ടമായിരുന്നു. അതപ്പോഴാണ് ഞാൻ എടുത്ത് എൻ്റെ റൂമിൽ ഭക്ഷണത്തിന് മാത്രം എന്നെ വിളിച്ചാൽ മതി എന്ന് ഓർഡർ കൊടുത്തും കൊണ്ട് എൻ്റെ വീട്ടിലിരുന്നും കൊണ്ട് എൻ്റെ മുറിയിൽ ഞാൻ ആ പഴയതും പുതിയതും വെച്ച് നോക്കിക്കഴിഞ്ഞപ്പോൾ ശരിയായിട്ട് വന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി, ഇനി നമ്മളിതിൽ നിന്നിട്ട് കാര്യമില്ല. പക്ഷെ അതുകൊണ്ടായിട്ടില്ല. മലപ്പുറം ജില്ലയിലോ കോഴിക്കോടോ മറ്റേ കേരളത്തിലെവിടെയും പോയിട്ട് നമുക്ക് ഇസ്ലാമിനെ പറ്റി പഠിക്കുന്നത് അർത്ഥമില്ല. നമുക്ക് 2-3 പോയിൻ്റ് കിട്ടണം. അത് വേറെ ഒരാളുണ്ട്, അയാളടുത്ത് പോയിട്ട് നമുക്കത് പഠിക്കാം എന്ന് ഞാൻ മനസ്സിലാക്കി വെച്ചിട്ട് അവിടെ നിന്ന് 83 ഞങ്ങൾ റോമിൽ പോയിട്ട് ഞങ്ങൾ മാർപ്പാപ്പാനെ കാണാൻ വേണ്ടി പോയത്. ഞാൻ മാർപ്പാപ്പാനെ കണ്ടില്ല അന്ന്. ജോൺ പോൾ രണ്ടാമനെ കണ്ടില്ല. കാരണം എൻ്റെ കൂടെ ഉള്ളവരൊക്കെ പോയി അദ്ദേഹത്തിൻ്റെ കൈമുത്തലും പിടിക്കലും ഒക്കെ ആയിട്ട് അങ്ങനെ പോയി. ഞാൻ അവിടെ നിന്ന് അദ്ദേഹത്തിൻ്റെ സെക്രട്ടറി കർദിനാൾ റോക്കിയുടെ അടുത്ത് പറഞ്ഞു, ഞങ്ങൾക്ക് അമേരിക്കയിലേക്കും ഇസ്രായേലിലേക്കും പോകാനുള്ള പെർമിറ്റ് വേണം, ഞങ്ങൾക്ക് റോമിലേക്ക് പോകണ്ട എന്ന് പറഞ്ഞ് ആ പെർമിറ്റ് തന്ന് ഞങ്ങളെ പ്ലെയിൻ കയറ്റി വിട്ടു. ഞങ്ങൾ ആദ്യമായിട്ട് അമേരിക്കയിൽ ചെന്ന് ഇറങ്ങിയത് ആരെ കാണാനാണ്? എനിക്ക് ഇസ്ലാമിനെ പറ്റി പഠിക്കാനായിരുന്നു. അതെൻ്റെ സുഹൃത്തുക്കടുത്ത് ഞാൻ പറഞ്ഞിട്ടില്ല. അമേരിക്കയിൽ ഞങ്ങൾ ഇറങ്ങിയിട്ട് ഇസ്ലാമിനെ പറ്റി പഠിക്കാൻ അവിടെ ഒരാളുണ്ട്, ഇസ്ലാമിൽ വന്ന ആളുടെ ആത്മാർത്ഥമായിട്ട് ഒരാൾ വന്നിട്ടുണ്ടെങ്കിൽ അയാളുടെ നിന്ന് കുറച്ച് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അപ്പോൾ അവിടെ ചെന്നു. അതാണ് മുഹമ്മദ് അലി അക്ലെ. ബാറ്റിങ്ങിൻ്റെ ലോക ചാമ്പ്യനാണ്, അമേരിക്കൻ പൗരനാണ്, കറുത്ത മനുഷ്യനാ, നീക്രോ, വെള്ളക്കാരൻ്റെ അടുപ്പിക്കാത്ത ഒരു സാധനം. മനസ്സിലാക്കണം നിങ്ങൾ. ഞാൻ അയാളെ ചെന്ന് കണ്ടപ്പോൾ ഞങ്ങളെല്ലാവരും ഇരുത്തിയിട്ട് ചോദിച്ചു, എന്തുകൊണ്ട് നിങ്ങൾ എന്നെ കാണാൻ വന്നു? ഞാൻ ചോദിച്ചു, എന്തുകൊണ്ട് നിങ്ങൾ ഇസ്ലാം മതം സ്വീകരിച്ചു? ക്രിസ്ത്യൻ മതത്തിൽ എന്താ തെറ്റ് കണ്ടു എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ ഇസ്ലാമിലേക്ക് വരാനുള്ള കാരണം ലോക ചാമ്പ്യൻ എന്നുള്ള ഗ്രേഡവും മാറ്റും കൊണ്ട് അമേരിക്കയുടെ തലസ്ഥാനമായിട്ടുള്ള ന്യൂയോർക്കിൽ ചെന്ന് ഹോട്ടൽ റിച്ചലിൽ കയറി പേരൻ എന്ന് സപ്ലയർ വിളിച്ചപ്പോൾ സപ്ലയർ വന്നപ്പോൾ അവൻ്റെ അടുത്ത് ഞാൻ ചോദിച്ചു, അവൻ വെള്ളക്കാരൻ, അവനും അമേരിക്കൻ പൗരനാണ്. ഞാൻ ചായ ചോദിച്ചപ്പോൾ അവൻ എൻ്റെ മുഖത്ത് നല്ലോണം നോക്കിയിട്ട് പറഞ്ഞ് ഗെറ്റ് ഔട്ട്. അവൻ വെള്ളക്കാരൻ, ഞാൻ കറുത്തവനല്ലേ, എന്നെ ഗെറ്റ് ഔട്ട് പറഞ്ഞു. ഞാൻ അവൻ്റെ അടുത്ത് ചിരിച്ചും കൊണ്ട് വളരെ സ്നേഹത്തോടു കൂടി ചോദിച്ചു, പോയി ഞാനെന്തിനാ പുറത്തു പോവുക എന്ന് ചോദിച്ചപ്പോൾ പിന്നെ അവൻ കാല് മുതൽ തലവരെ നോക്കിയിട്ട് പറഞ്ഞ്, ഐ സേ യു ഗെറ്റ് ഔട്ട് എന്ന് പറഞ്ഞു. ഞാൻ അവിടുത്തെ വളരെ ഗൗരവത്തോടു കൂടി ചോദിച്ചു, വൈ നാട്ട് വൈ, എന്തിനാ ഞാൻ പുറത്തു പോവുക?
കാര്യം പറയാമെന്ന് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞതാണ്, ഇവിടെ കറുത്ത മനുഷ്യനെയും നായിനെയും ഞങ്ങൾ ഒരേമാതിരിയാണ് കണക്കാക്കൽ. ഐ സേ യു ഗെറ്റ് ഔട്ട് ഗെറ്റ് ഹൗസ് എന്നും പറഞ്ഞ് എന്നെ പിടിച്ച് പുറത്താക്കി. അങ്ങനെ വളരെ വിഷമത്തോടു കൂടി അതെല്ലാം വലിച്ചു ദൂരെ എറിഞ്ഞുകൊണ്ട് ഓരോ രാജ്യത്തും ചെന്നു. ഓരോ മതത്തിലുള്ള പണ്ഡിതന്മാരെയും കണ്ടു. അവരുടെ ഗ്രന്ഥങ്ങളൊക്കെ പഠിച്ച് മനസ്സിലാക്കിയപ്പോഴാണ് മനസ്സിലായത്, ലോകത്ത് വെച്ച് കറുപ്പും വെളുപ്പും തരംതിരിക്കാത്ത ഒരു മതമുണ്ടെങ്കിൽ അത് അന്ത്യപ്രവാചകൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പരിശുദ്ധ ഇസ്ലാം മതമാണെന്നുള്ളത് മനസ്സിലാക്കിയിട്ടാണ് ഞാൻ ഇസ്ലാമിൽ വന്നതും എൻ്റെ സമ്പത്ത് മുഴുവനും വാരി എറിഞ്ഞ് ഇസ്ലാമിന് വേണ്ടി ഞാൻ പ്രവർത്തിക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ നമുക്ക് വളരെ സമാധാനമായി. മനസ്സിലാക്കുന്ന എൻ്റെ സഹോദരന്മാർ, അവിടെ നിന്ന് ഞങ്ങൾ ഇസ്രായേലിൽ ചെന്നു മാത്രമല്ല, ഇസ്രായേലിൽ ചെന്നും കൊണ്ട് അവിടെ ഒരു പള്ളിയുണ്ട്. എനിക്ക് മറ്റ് ഗ്രന്ഥങ്ങളിൽ കൂടിയും ഞാൻ പഠിച്ചിട്ടുള്ള ഒരു ഐറ്റമാണ്. ആ പള്ളി കാണണമെന്നൊരാഗ്രഹമുണ്ട്. അത് കണ്ടിട്ട് വേണം ഇസ്ലാം മതം സ്വീകരിക്കണമെന്ന് എൻ്റെ മനസ്സിൽ തോന്നിയതാണ്. ഈ 7 ഫാദർമാരെയും കൊണ്ടാണ് ഞാൻ അങ്ങോട്ട് ചെന്നത്. അവിടെ ചെന്ന് കഴിഞ്ഞതിന് ശേഷം ബൈത്തുൽ മുഖദ്ദസ് എന്ന് പറയുന്ന പള്ളി ഞങ്ങൾ ചെന്ന് കണ്ടു. അതിന് പെർമിറ്റ് വാങ്ങിച്ചിട്ടാണ്. കാരണം ഇന്നും ആ പള്ളി ഇസ്രായേലിൻ്റെ കയ്യിലാണ്. മനസ്സിലാക്കുക, വെള്ളിയാഴ്ച ഒരു ദിവസം നമ്മുടെ മുസ്ലിം സമുദായത്തിന് തുറന്നു കൊടുക്കും. ജുമാ കഴിഞ്ഞാൽ അപ്പം തന്നെ അവർ പൂട്ടുക. അങ്ങനെയാണ് അവിടുത്തെ സ്ഥിതി. മനസ്സിലാക്കണം. നമ്മുടെ രാജ്യങ്ങൾ ഒരുപാട് നമ്മുടെ മുസ്ലിം രാഷ്ട്രം ഉണ്ടായിട്ടും ആ ബൈത്തുൽ മുഖദ്ദസ് എന്നുള്ള ആ പരിശുദ്ധമായിട്ടുള്ള ആ സ്ഥലം, അതിൻ്റെ ഉദാഹരണം നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കിയാൽ, ആ ബൈത്തുൽ മുഖദ്ദസ് പള്ളി എന്ന് പറയുന്നത് അത് സുലൈമാൻ നബി അലൈഹി ഇസ്ലാമിൻ്റെ കാലത്ത് ജിന്നുകളെല്ലാം കൂടി ചേർന്നും കൊണ്ട് 1 കൊല്ലം കൊണ്ടും പണി പൂർത്തിയാക്കിയ ഒരു പള്ളി. സക്കറിയ നബി അലൈഹി ഇസ്ലാമും മറിയം ബീബി കുട്ടിയായിരിക്കുന്ന സമയത്ത് ഇരുന്ന് കുടിയിരുന്ന ഒരു പള്ളി. മുസ്ലിം സമുദായത്തിൻ്റെ ആദ്യത്തെ കിബില. മനസ്സിലാക്കണം നിങ്ങൾ. പിന്നെ ആ മക്കമായത്. അങ്ങനെയുള്ള പരിശുദ്ധമായിട്ടുള്ള ആ സ്ഥാപനം ഇസ്രായേലിൻ്റെ കയ്യിൽ നിന്ന് നമ്മുടെ മുസ്ലിം സമുദായം തിരിച്ചു പിടിക്കാൻ ഇതുവരേക്കും കഴിഞ്ഞിട്ടില്ല. ഇപ്പോഴും അവരുടെ കസ്റ്റഡിയിലാണ്. മനസ്സിലാക്കണം നിങ്ങൾ. എന്തുകൊണ്ടാണ്? ഈമാൻ്റെ കുറവ് കൊണ്ടാണ്. ഞാനതേ പറയുള്ളൂ. ആ പള്ളിയും ആ സ്ഥലം മാത്രമല്ല, ഇവിടെ വന്ന 1,24,000 ചിഹ്നം അമ്പ്യാക്കന്മാരിൽ ഒരുപാട് നബിമാരുടെ കബർസ്ഥാനം ഞങ്ങൾ അവിടെ നിന്ന് കണ്ടു. സുലൈമാൻ നബി അലൈഹി ഇസ്ലാമിൻ്റെ കബറടക്കം പ്രാർത്ഥിച്ചു. 84 എറണാകുളത്ത് വെച്ച് എൻ്റെ നേതാക്കന്മാരുമായിട്ട് ഞാൻ മുട്ടി. ഇവിടെ വന്ന ഒരു നബിമാരെ അള്ളാഹുവിൻ്റെ പ്രവാചകന്മാരെ ആണിയടിക്കാൻ കിട്ടിയില്ല, എനിക്ക് കിട്ടില്ല, കിട്ടാൻ പോകുന്നില്ലെന്നും ഞാൻ പച്ചയ്ക്ക് ബാധിച്ചു. എനിക്ക് ഭ്രാന്തനാണെന്ന് മുദ്ര കുത്തി. മനസ്സിലാക്കണം. ആ സമയത്ത് മുണ്ടയ്ക്കിന് ഭ്രാന്താന്ന് പറഞ്ഞപ്പോൾ പെട്ടെന്ന് ആ കുപ്പായം, നീളക്കുപ്പായമൊക്കെ വലിച്ചു ഊരി അവരുടെ മുന്നിലേക്ക് എറിഞ്ഞുകൊണ്ട് ഞാൻ അവരടുത്ത് തുറന്നടിച്ച് പറഞ്ഞു, നിങ്ങളെക്കൊണ്ട് ഒന്നും എന്നെ ചെയ്യാൻ കഴിയില്ല. മുണ്ടയ്ക്കൻ്റെ കുടുംബത്തിൽ 22 അച്ഛന്മാരുള്ളതിൽ ഞാൻ മാത്രമേ കുപ്പായം ഊരുന്നുള്ളൂ. പക്ഷേ ഞാൻ ഇസ്ലാം മതം സ്വീകരിക്കാൻ പോവുക, നിങ്ങളെക്കൊണ്ട് കഴിയുന്നത് ചെയ്തോ. എന്നിട്ട് അവിടെ നിന്ന് ഞാൻ വെല്ലുവിളിച്ചതാണ് എൻ്റെ സുഹൃത്തുക്കളുടെ അടുത്ത്. 1 ലക്ഷക്കണക്കിന് അച്ഛന്മാരുണ്ട്. ഞാൻ പറഞ്ഞു, ഞാൻ ഇസ്ലാം മതം സ്വീകരിക്കാൻ പോവുക, എൻ്റെ കൂടെ വരാനുള്ളവരുണ്ടെങ്കിൽ എൻ്റെ കൂടെ വാ. അങ്ങനെ വന്നു കയറന്നാൽ മാത്രം പോരാ, ഒരു ബുദ്ധിമുട്ട്, പട്ടിണി കിടക്കേണ്ടി വരും, ബുദ്ധിമുട്ട് തരണം ചെയ്യേണ്ടി വരും. കുന്നും മലയും കയറി നടന്ന് ഇവരുടെ പൊള്ളത്തരങ്ങൾ പറയാൻ തയ്യാറുള്ളവൻ എൻ്റെ കൂട്ടത്തിൽ വാ. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അവസാനം യഹോവയെടുത്ത് നമുക്ക് എന്തെങ്കിലും കിട്ടും. അല്ല ഇതിൽ തന്നെ സൂഹിക്കണമെന്ന് പറഞ്ഞ് കിടന്നാൽ അവസാനം നിനക്ക് ഇടത്തോട്ടുള്ള വഴിയാണ് കിട്ടുക, ഏതാ നീ തീരുമാനിക്കുന്നു പറഞ്ഞപ്പോൾ 39 അച്ഛന്മാർ അപ്പം തന്നെ ലോകഊരി. ഞങ്ങൾ 40 പേരും 85 ഏപ്രിൽ 24-ാം തീയതി പൊന്നാനി മൗനത്തിൽ ചെന്നിട്ട് പരിശുദ്ധ ഇസ്ലാം മതം സ്വീകരിച്ചു. മനസ്സിലാക്കണം നിങ്ങൾ. എന്നിട്ട് ഇസ്ലാം മതം സ്വീകരിച്ചിട്ട് അവിടെയല്ല നിന്നത്, നേരെ പോയത് നന്ദി ദാറുസ്സലാം കോളേജിൽ. അവിടെ ചെന്ന് മഹാനായ സംസ്ലമയെ കണ്ട് സലാം ചൊല്ലിയപ്പോൾ എൻ്റെ കൂട്ടത്തിൽ വന്നവരെയൊക്കെ ഞാൻ മുന്നിൽ വിട്ടു. ഞാൻ പറഞ്ഞു, നിങ്ങളെല്ലാം പോയി സലാം ചെല്ലണം ഉസ്താദിൻ്റെ അടുത്തുനിന്ന്. ഉസ്താദിൻ്റെ ഒരു പക്വം എന്തെന്നറിയോ നിങ്ങൾക്ക്? നന്ദി ദാറുസ്സലാം കോളേജിൽ പഠിപ്പിക്കുന്ന എല്ലാ ഉസ്താദന്മാർക്കും വലിയ വലിയ റൂമുകളാണ്. ഫാനടക്കം എല്ലാം നല്ല റൂമുകളാണ്. മഹാനായ ശേഖനായ്ക്ക് എവിടെയാ റൂം? പള്ളിയുടെ കിബില റൂമാക്കിയിട്ട് അതിൻ്റെ അകത്ത് അദ്ദേഹം, അതാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും നല്ല ഒരു റൂം. മനസ്സിലാക്കണം നിങ്ങൾ. ഞങ്ങളവിടെ ചെന്നപ്പോൾ എൻ്റെ കൂട്ടത്തിലുള്ളവരെല്ലാം ലൈനായിട്ട് നിർത്തി, എല്ലാവരും ചെന്ന് സലാം ചൊല്ലി. അത് കഴിഞ്ഞതിന് ശേഷം ലാസ്റ്റിലാണ് ഞാൻ പോയത്. അപ്പോൾ എനിക്ക് തോന്നിയത് അദ്ദേഹത്തിൻ്റെ അടുത്തുള്ളത് ഗ്രന്ഥം ഏത് വകുപ്പിൽപ്പെട്ട ഗ്രന്ഥമാണെന്ന് അറിയണം. സുറിയാനി
എന്ന് വെച്ചും കൊണ്ടാണ് ഞാൻ പോയിട്ട് ഞാൻ ചോദിച്ചത്. അപ്പോൾ ഈ സലാം ചെല്ലുന്നതിൽ ചില ഐറ്റങ്ങളൊക്കെ ഉണ്ട്. ക്രിസ്ത്യൻ സമുദായത്തിൽ വന്ന് പുതിയ ഗ്രന്ഥത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരാളെ കണ്ടോ ഒരു പള്ളിയിൽ അച്ഛൻ്റെ അടുത്ത് പോയാൽ ഈസ മുസ്തയ്ക്ക് സ്തുതിയായിരിക്കട്ടെ എന്നേ പറയുള്ളൂ. അപ്പോൾ അവൻ പറയും എപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ, മനസ്സിലാക്കുക. പക്ഷെ അതല്ല, പഴയ സുറിയാനി ഗ്രന്ഥത്തിൽ അതല്ല, ആ തത്വം വേറെയാണ്. അതിൻ്റെ തത്വം ശരിയാണോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടിയാണ് സേക്കിനാൻ്റെ അടുത്ത് ലാസ്റ്റിൽ ഞാൻ പോയിട്ട് റദാലു എന്ന് ഞാൻ പറഞ്ഞത്. റദാലു എന്ന് ഞാൻ പറഞ്ഞപ്പോൾ ഉസ്താദ് എൻ്റെ മുഖത്ത് നല്ലോണം നോക്കിയിട്ട് ഒന്ന് ചിരിച്ചിട്ട് പറഞ്ഞ് റദൂലു എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ എനിക്ക് വളരെ സന്തോഷമായി. കാരണം എന്തെന്നറിയാം, റദാലു എന്ന് പറഞ്ഞാൽ അസ്സലാം അലൈക്കും, റദൂലു എന്ന് പറഞ്ഞാൽ സലാം മടക്കൽ. പക്ഷേ അത് പഴയ സുറിയാനി ഗ്രന്ഥത്തിൽ ചെല്ലുന്നതിൽ ഒരു തെറ്റുമില്ലെന്നാണ് സംസ്ലമ ഞങ്ങളടുത്ത് പറഞ്ഞത്. അത് കഴിഞ്ഞതിന് ശേഷം എൻ്റെ കൂടെ വന്നവർ ഒരാഴ്ച അവിടെ ഉണ്ടായിരുന്നു. അതിനുശേഷം ഓരോരുത്തരും ഓരോ വഴിക്കും പോയി. ഞാൻ അവിടെ തന്നെ കൂടി സംസ്ലമയുടെ കൂടെ. എന്നെ പോകണ്ടെന്നാണ് പറഞ്ഞത്. അതിൽ വേറെ കാരണമുണ്ട്, ഞാൻ പറഞ്ഞുതരാം. സംസ്ലമ എൻ്റെ അടുത്ത് പറഞ്ഞു, നിങ്ങൾക്ക് ഞാൻ ആദ്യമായിട്ടൊരു നിർദ്ദേശം തരുന്നു. നിങ്ങൾ 68 മുസ്ലിം കുടുംബത്തിന് അങ്ങോട്ട് മാറ്റി. അതിന് ഫാദർ അലബി ഇങ്ങോട്ട് വരുമില്ല, അവനെ ഞാൻ ഒരു കാലത്ത് പട്ടിക്കാട് നിന്ന് പുറത്താക്കിയതാണ്. പിന്നെ ബാക്കി വന്നിട്ട് 67 കുടുംബം അവരെ നിങ്ങൾ ഇസ്ലാമിലേക്ക് തിരിച്ചു കൊണ്ടുവരണമെന്ന് പറഞ്ഞ് എനിക്ക് ആദ്യം തന്ന നിർദ്ദേശമാണ് എൻ്റെ സഹോദരന്മാർ. അതിന് മുമ്പൊക്കെ ഞാൻ ഇടയ്ക്കിടെ ചെന്ന് സംസ്ലമയുമായിട്ട് വാദപ്രതിവാദം നടക്കുന്ന സമയത്ത് ആ മലയോരങ്ങളിൽ താമസിക്കുന്ന ക്രിസ്ത്യാനികൾ, അവിടുത്തെ അച്ഛന്മാർ, കന്യാസിനിമാരടക്കം എന്നെ കണ്ടുവരുന്ന വലിയ ബഹുമാനമാണ്. മനസ്സിലാക്കണം നിങ്ങൾ. ഞാൻ ഇസ്ലാം മതം സ്വീകരിച്ചിട്ട് അവരെ ഞാൻ അങ്ങോട്ട് മാറ്റിയവരെ ഇങ്ങോട്ട് എടുക്കാൻ പോയാൽ എൻ്റെ സ്ഥിതി എന്താണെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. അപ്പം ഞാൻ അവിടെ നിന്ന് കുറച്ച് നേരം പരിഞ്ഞപ്പോൾ സംസ്ലമ പറഞ്ഞു, നിങ്ങൾ പേടിക്കണ്ട, ധൈര്യത്തോടെ നിങ്ങൾ പ്രവർത്തിച്ചുള്ളൂ, നിങ്ങൾക്ക് ഒന്നും സംഭവിക്കില്ലെന്നും പറഞ്ഞ് എൻ്റെ തലയിൽ കൈവച്ച് അനുഗ്രഹിച്ച മഹാനാണ്. ഞാൻ പോയി, ഇടക്കര പോയി. പകൽ മുഴുവനും ചായവെള്ളവും കുടിച്ചും കൊണ്ട് പള്ളിയിൽ കിടന്നുറങ്ങും. രാത്രി ആയി തീർന്നാണ്ടല്ലോ, റഹ്മത്തുള്ള കാശ്മി ഒരാഴ്ച കഴിഞ്ഞപ്പോൾ വന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, റഹ്മത്തുള്ള കാശ്മിയുടെ ബാപ്പ ഒരു മൊരിയാരാണ് മൂപ്പര്. അന്ന് റഹ്മത്തുള്ള കാശ്മി കുട്ടിയാണ് പഠിച്ചും കൊണ്ട് കിടക്കുന്ന കാലമാണ്. കാശ്മീരിൻ്റെ ബാപ്പ എൻ്റെ അടുത്ത് പറഞ്ഞു, നിങ്ങൾ ഏത് സമയത്ത് വേണമെങ്കിലും നമ്മുടെ പെരയിൽ വന്ന് ഉള്ള കഞ്ഞി കുടിക്കുക. അങ്ങനെ എനിക്കൊരു നിർദ്ദേശം തന്നു. അങ്ങനെ ചെയ്യും. രാത്രി 1 മണി 2 മണിക്കാണ് ഞാൻ മാറ്റിയ ആളുകൾക്ക് ക്ലാസ് എടുക്കൽ. 8 മാസം ഞാൻ വളരെ കഷ്ടപ്പെട്ടു. ഇപ്പോൾ ഉള്ള ആൾക്കാരുടെ കണ്ടില്ലേ, പൊന്നാനി പോയി ആ സുന്നത്ത് കഴിഞ്ഞാൽ സർട്ടിഫിക്കറ്റ് വാങ്ങിച്ച് വന്ന് പെണ്ണും കെട്ടി സൂചിച്ച് നടക്കുക. പക്ഷെ അതിനല്ല ഞങ്ങൾ പോയത്, മനസ്സിലാക്കണം നിങ്ങൾ. 8 മാസം വളരെ കഷ്ടപ്പെട്ടു. ആ 68-ൽ 65 കുടുംബത്തിനെ ഞാൻ തിരിച്ച് ഇങ്ങോട്ട് കൊണ്ടുവന്നു. ഞാൻ അങ്ങോട്ട് മാമൂദീസ മുക്കി എടുത്ത് 2ാമത്തെ സഹായത്തിൽ മെജല്ലി ഇങ്ങോട്ട് കൊണ്ടുവന്നു. അത് വന്നപ്പോൾ എനിക്ക് കത്തിന് മേലെ എനിക്ക് ഭീഷണി കത്തുകൾ എനിക്ക് വന്നും കൊണ്ടിരുന്നു. അതൊക്കെ ഞാൻ തരണം ചെയ്ത് കൊണ്ടുപോയി, മനസ്സിലാക്കണം. അങ്ങനെ അത് സംസ്ലമ ഇത് അറിഞ്ഞപ്പോൾ വളരെ സന്തോഷപ്പെട്ടു. ആ മഹാനവറുകളുടെ കൂട്ടത്തിലാണ് ഞാൻ നടന്നത്. അപ്പം ഞാൻ ചോദിച്ചു, ഉസ്താദിനെ ഈ ഗ്രന്ഥം എങ്ങനെ കിട്ടി, ഈ സുറിയാനി ഭാഷ എങ്ങനെ പഠിച്ചു, മുസ്ലിം സമുദായത്തിൽ ഒരു പണ്ഡിതന്മാർക്കും അറിയാത്ത ഒരു ഭാഷ എങ്ങനെയാണ് ഉസ്താദ് പഠിച്ചെന്ന് ഞാൻ ചോദിച്ചപ്പോൾ എൻ്റെ അടുത്ത് നന്ദി എന്ന് പറഞ്ഞതാണ്. അതായത് വന്നിട്ട് ഞാൻ വാഴക്കാട് കോളേജിൽ നിന്ന് ഞാൻ നേരെ വെല്ലൂർ ബാക്യാത്തിൽ ഓതാൻ പോയിരുന്ന സമയത്ത് ഓതിക്കഴിഞ്ഞിട്ട് എനിക്ക് കോട്ട് തന്നപ്പോൾ 99 മാർക്ക് തന്നു. അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് 100 മാർക്കും വേണം എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു അത് തരില്ല, 99 തരുള്ളൂ എന്ന് പറഞ്ഞ് സംസ്ലമ എടുത്ത് പറഞ്ഞു. ആ പറഞ്ഞപ്പോൾ ആ 1 മാർക്കിന് നിങ്ങൾക്ക് എന്താ ചോദിക്കാനുള്ള അതൊക്കെ ചോദിച്ചോളൂ, ഞാൻ മറുപടി തരാമെന്ന് സേക്കനാ പറഞ്ഞപ്പോൾ അവിടുത്തെ ഉസ്താദന്മാർക്ക് ആകെ എപ്രാളായി. മൂപ്പര് പറഞ്ഞു, അവർ പറഞ്ഞു നിങ്ങളൊരു കാര്യം ഇവിടെ പോകണ്ട, ഇവിടെ തന്നെ മുദ്രീസായിട്ട് തുടങ്ങിക്കൊള്ളി എന്ന് പറഞ്ഞ്. അങ്ങനെ സേക്കന അവിടെ കുറച്ച് നാൾ മുദ്രീസായിട്ടിരുന്നു വെല്ലൂർ ബാക്യാത്തിൽ. മുദ്രീസായിട്ട് അവിടെ ഇരിക്കുന്ന സമയത്ത് അന്നത്തെ കാലത്ത് ഒരു ഫാദർ മതം മാറി നേരെ സേക്കനാൻ്റെ അടുത്ത് വന്ന് പറഞ്ഞ്, ഉസ്താദെ എനിക്ക് അറബി പഠിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ അറബി പഠിപ്പിച്ചു കൊടുത്തു ആ സുഹൃത്തിന്, ആര് മഹാനവറുകൾ. ആ അറബി പഠിച്ചു കൊടുത്തപ്പോൾ അതിന് പകരത്തിന് ആ സുഹൃത്ത് എന്താ ചെയ്യുന്ന പറഞ്ഞാൽ സുറിയാനി പഠിപ്പിച്ചു മഹാനവറുകളെ. അങ്ങനെ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും പഠിച്ച് കുറച്ച് കാലം കഴിഞ്ഞ് അദ്ദേഹം പോകുന്ന സമയത്ത് ഒരു പഴയ സുറിയാനി ഗ്രന്ഥം ഉണ്ട്, അത് സംസ്ലമേൻ്റെ അടുത്ത് ഏൽപ്പിച്ച് പോവുകയും ചെയ്ത് എന്ന് പറഞ്ഞാൽ എൻ്റെ അടുത്ത് പറഞ്ഞത്.
നമ്മളെ മാതിരിയല്ല, അദ്ദേഹത്തിനൊക്കെ കുറച്ച് കിട്ടിയാൽ മതി, ബാക്കിയുള്ള കാര്യമൊക്കെ ക്ലിയർ ആയിക്കോളും. അങ്ങനെയാണ് ഉസ്താദിന് കിട്ടിയത്. മനസ്സിലാക്കണം നിങ്ങൾ. എൻ്റെ സഹോദരന്മാരെ, നമ്മുടെ നാട്ടിൽ നമ്മുടെ പള്ളിയിലെ മൊലിയന്മാർ, വലിയ ഖത്തീബുമാരും ഖാദിയൊക്കെ ഉണ്ടല്ലോ, അവരൊക്കെ വന്നിട്ട് നമ്മുടെ നാട്ടിലെന്താ ദോയിറക്കലും പിടിക്കലും എല്ലാ കാര്യങ്ങളും നല്ല ഇതുപോലെ നമ്മുടെ നിയമം, ഇസ്ലാമിൻ്റെ നിയമപ്രകാരം ചെയ്യുന്നുണ്ട്. പക്ഷെ ഞങ്ങളങ്ങനെയല്ല. പള്ളിയിലച്ചന്മാർക്ക് വേറെ ഒരുപാട് പണിയുണ്ട്, നിങ്ങൾക്കറിയില്ല. മൂല്യന്മാരെയും കാട്ടി കൂടുതൽ പണിയുള്ളത് പള്ളിയിലച്ചന്മാർക്കാണ്. കൂടുതൽ പണിയെന്ന് പറഞ്ഞാൽ കായ് കിട്ടും, അത് വേറെ ഒരു വശം. അതായത് വന്നിട്ട് ഒരാണോ പെണ്ണോ എന്തെങ്കിലും തെറ്റോ കുറ്റങ്ങളോ പാവങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ പള്ളിയിൽ അച്ഛൻ്റെ അടുത്ത് വന്ന് പറഞ്ഞാൽ മതി. അച്ഛൻ്റെ അടുത്ത് വന്ന് പറഞ്ഞിട്ട് നീ കുമ്പസാരിച്ചോ. അവന് കുമ്പസാരം എന്ന് പറഞ്ഞാൽ ഒരു മരക്കൂട് കെട്ടിവെച്ച് അതിൻ്റെ ഉള്ളിൽ അച്ഛൻ ഇരിക്കും. അങ്ങേ സൈഡ് പെണ്ണ്, ഇങ്ങേ സൈഡ് ആണ്. എന്ത് തെറ്റ് ചെയ്താലും അച്ഛൻ്റെ അടുത്ത് പറയുക രഹസ്യമായിട്ട്. ആ കുമ്പസാര രഹസ്യം പുറത്ത് പറയാൻ പാടില്ലെന്ന് പറഞ്ഞ് മാർപ്പാപ്പയുടെ ഓർഡറാണ്, ആ നിയമം അതിങ്ങനെ പാലിച്ചു പോവും. അങ്ങനെ കുമ്പസാരിച്ച് കഴിഞ്ഞതിന് ശേഷം ആ കുർബാന, ഞായറാഴ്ച കുർബാന കഴിയുമ്പോൾ ഒരു പ്രാർത്ഥന ഉണ്ട്. ഈ ഗോതമ്പിൻ്റെ പൊടി കൊണ്ട് പപ്പടത്തിൻ്റെ അതേ കനത്തിൽ കുറച്ച് അധികം അപ്പം ചൂടും. അതിനൊരു കല്ല് കൊടുത്തിട്ടുണ്ട് പള്ളികളിൽ. അപ്പം ചൂട്ടിട്ട് ഇത്ര കഷ്ണമായിട്ട് നുറുക്കി ഒരു കോപ്പയിൽ വയ്ക്കുക. ഒരു കോപ്പയിൽ മുന്തിരിയുടെ നീര് വീഞ്ഞൊഴിച്ച് വയ്ക്കുക. അത് വെച്ച് കഴിഞ്ഞതിന് ശേഷം ഈ കുർബാന കഴിഞ്ഞതിന് ശേഷം പ്രാർത്ഥന കഴിഞ്ഞാൽ ഈ പാവം ചെയ്ത് കുമ്പസാരിച്ച ആണും പെണ്ണും ലൈനായിട്ട് വന്നിരിക്കുമ്പോൾ ഒരു കഷ്ണം അപ്പം എടുക്കുക, വീഞ്ഞിൽ മുക്കുക, ഓരോരുത്തം വാ വിളിക്കുമ്പോൾ അതിൻ്റെ വായിലേക്ക് ഇട്ട് കൊടുക്കുക. അത് കഴിഞ്ഞതിന് ശേഷം ബാക്കിയുള്ള അപ്പം മുഴുവനും പൊടിച്ച് ആ വീഞ്ഞിലിട്ടും കൊണ്ട് കലക്കി എല്ലാവരുടെയും പാവം അച്ഛനങ്ങോട്ട് കുടിക്കുക. മനസ്സിലാക്കണം. അപ്പോൾ അച്ഛൻ ഈ 5 കൊല്ലം അച്ഛൻ ഇവൻ നാട്ടുകാരുടെ പാവവും ചുവന്ന് ഇങ്ങനെ നടക്കുക. ഞാൻ ഒരുപാട് ചുവന്ന് നടന്നിട്ടുള്ളതാണ്. നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? ഒളിക്കൊന്നുമല്ല, കാര്യം പറയാണ്. അങ്ങനെ അത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഞങ്ങൾ 5 കൊല്ലം കഴിയുമ്പോൾ ഞങ്ങളുടെ റൂമിലേക്ക് ഒരു കോഴ്സിന് വേണ്ടി വിടുക. അവിടെ ചെന്ന് കഴിഞ്ഞാൽ ആ മാർപ്പാപ്പ എന്ന് പറഞ്ഞ ചെറിയ അള്ളാവില്ലേ, അദ്ദേഹത്തിൻ്റെ അടുത്ത് ചെന്ന് കഴിഞ്ഞിരുന്ന അദ്ദേഹത്തിൻ്റെ മോതിരം ഞങ്ങൾ മുത്തിക്കഴിഞ്ഞാൽ ഞങ്ങളുടെ തലയിൽ കൈവച്ച് അനുഗ്രഹിച്ച് ആശീർവദിച്ചാൽ ഞങ്ങളുടെ തലയിലുള്ള പാവം മുഴുവൻ മൂപ്പരുടെ തലയിൽ പോവും. ഞങ്ങൾ പരിശുദ്ധിയായി. അപ്പം നിങ്ങൾക്കൊരു ചോദ്യം ഉണ്ടാവും, അപ്പോൾ അയാൾ ആ പാവം എന്താ ചെയ്യാമെന്ന്. അയാളും അള്ളാവും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിക്കോളും, നമുക്ക് നോക്കണ്ട. ഇതാണ് എൻ്റെ കഥ. എൻ്റെ സഹോദരന്മാരെ, 10-20 കൊല്ലം അച്ഛനായിട്ടും കൊണ്ട് ഒരുപാട് ലക്ഷക്കണക്കിന് ആണിനും പെണ്ണിനും പാവം പുറത്ത് കൊടുത്തവനാണ് മുണ്ടക്കൻ ഇബ്രാഹിം. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം, അതും നമ്മുടെ ഉസ്താദന്മാർ പള്ളികളിൽ ചെയ്ത് കൊടുക്കില്ല. സ്വർഗത്തിൻ്റെ വഴി മനസ്സിലാക്കണം. സ്വർഗത്തിൻ്റെ വഴി എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ മരിക്കാൻ കിടക്കുന്നു, അതാണ് അന്ത്യകൂദാശ എന്ന് പറയും. ഒരു മനുഷ്യൻ മരിക്കാൻ കിടക്കുക, അവൻ ഇപ്പം മരണപ്പെടും അല്ലെങ്കിൽ നാളെ തീർന്നു പോകുമെന്ന് പറഞ്ഞാൽ ആ അച്ഛനെ പോയി കൊണ്ടുവരിക. അച്ഛൻ വന്നു കഴിഞ്ഞാൽ അവൻ്റെ തലയിൽ കുറച്ച് വെള്ളമൊക്കെ തെളിച്ച് ആശീർവാദമൊക്കെ കൊടുത്ത് ബൈബിളൊക്കെ എടുത്തൊന്ന് പ്രാർത്ഥിച്ച് അവൻ്റെ തലയ്ക്ക് ചുവട്ടിൽ ഇരുന്നും കൊണ്ട് അവൻ്റെ ചുവട്ടിൽ ചൊല്ലിക്കൊടുക്കുക. എന്താ? ലഗറിയ ലാവു ലഹൂസി ഇക്രി ഈദൽ മുഖൂസി ഇബ എന്ന് ചൊല്ലിക്കൊടുക്കുക. എന്താ അത്? നിങ്ങൾക്ക് ആർക്കും മനസ്സിലാവില്ലല്ലോ, എനിക്കും മനസ്സിലാവില്ല. അത് സ്വർഗത്തിൻ്റെ വഴിയാണ്. നിങ്ങൾ ചോദിക്കും സ്വർഗത്തിൽ, എനിക്കറിയാം സ്വർഗത്തിൻ്റെ വഴി. നിങ്ങളെപ്പോലെ നമ്മൾ വേഗം എത്തും സ്വർഗത്തിലേക്ക്, ഒരു പാലവും കിടക്കണ്ട. അപ്പം ഞാൻ ഒന്ന് പറഞ്ഞു തന്നാ, ആ പറഞ്ഞ് കഴിഞ്ഞതിന് ശേഷം അവൻ അന്തികോദാശ കൊടുത്തു കഴിഞ്ഞാൽ 500 മുതൽ 5000 വരെ നമുക്ക് കിട്ടും. അത് വാങ്ങിച്ച് കീസയിൽ വെച്ച് ഞങ്ങൾ പോവും. മനസ്സിലാക്കണം എൻ്റെ സഹോദരന്മാരെ. ആ രോഗി അപ്പം മരിച്ചില്ല, കുറച്ച് കാലം കഴിഞ്ഞിട്ട് അവൻ മരിച്ചു കഴിഞ്ഞാൽ അവൻ അന്തികോദാശ കൊടുക്കേണ്ട ആവശ്യമില്ല, അച്ഛൻ നേരത്തെ കൊടുത്തു കഴിഞ്ഞല്ലോ. അപ്പോൾ അച്ഛൻ പറഞ്ഞ ആ വഴിയിൽ കൂടെ അങ്ങോട്ട് പോയാൽ പാലവും കിടക്കണ്ട, പുഴയും കിടക്കണ്ട, നേരെ സ്വർഗത്തിൻ്റെ വാതിൽക്കൽ ചെന്ന് മുട്ടും. അപ്പോൾ അവിടെ കിടന്നാൽ മതി, വാതിൽ തുറക്കുമ്പോൾ അങ്ങോട്ട് ചാടിയാൽ മതി. ഇത് എളുപ്പമുള്ള പണിയാണ്. അങ്ങനെ ഒരുപാട് പേര് 20 കൊല്ലം അച്ഛനായിരുന്നു കൊണ്ട് ഒരുപാട് ആണിനെയും പെണ്ണിനെയും കുട്ടികളെയൊക്കെ സ്വർഗത്തിലേക്ക് വഴി കാണിച്ചു കൊടുത്തനാണ് മുണ്ടക്കൻ ഇബ്രാഹിം. പോയവൻ്റെയൊക്കെ സ്ഥിതി എന്താണെന്ന് എനിക്കറിയില്ല, അള്ളാഹു ആയാലും. ഇത് നമ്മൾ മനസ്സിലാക്കണം, മനസ്സിലാക്കുക. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് അത് അടിസ്ഥാനം ശരിയില്ലെന്ന് പറഞ്ഞ് നമ്മൾ ഇസ്ലാമിൽ വന്നതിൻ്റെ രീതിയും അതിൻ്റെ ഓരോ ഐറ്റങ്ങളും ഓരോ രീതികളും നമ്മൾ മനസ്സിലാക്കുക. നമ്മൾ എന്തുകൊണ്ട് അടിസ്ഥാനം നമ്മൾ ശരിയാക്കുന്നു? നിങ്ങൾക്കറിയോ, ഞാൻ ഒരുപാട് പേരെ കൊണ്ടുവന്നു ഇസ്ലാമിലേക്ക്. ഞാൻ വന്നത് മാത്രമല്ല, അത് പൊന്നാണി മൗനത്തിൽ പോയി ചോദിച്ചാലും അറിയാം. ഇപ്പം വയനാട്ടിൽ നിന്ന്
വയനാട്ടിൽ നിന്ന് നമ്മൾ ഇതിലൊക്കെ എല്ലാത്തിലും നമ്മൾ പങ്കെടുക്കുന്ന മാത്രമല്ല, എന്തെല്ലാം അഭിനയിക്കാൻ വേണോ അതിലൊക്കെ അഭിനയിച്ചു കൊടുക്കേണ്ടി വരും. എന്നിട്ട് വേണം അവരെ ഇങ്ങോട്ടെടുക്കാൻ. ഞാൻ മാനന്തവാടി തലപ്പുഴ എന്ന് പറയുന്ന സ്ഥലത്ത് എൻ്റെ ഒരു സുഹൃത്ത്, ഒരു ദാരിമ്യോടെ ഉണ്ടായിരുന്നു. അന്ന് എന്നെ വിളിച്ചപ്പോൾ ഞാനവിടെ പോയി. അന്ന് വെള്ളിയാഴ്ച അവിടെ ഒരു ചെറിയൊരു ക്ലാസ് മാതിരി ഒരു പ്രസംഗമൊക്കെ നടത്തി. അപ്പോൾ ഒരാൾ വന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു, എന്നെ ഒന്ന് സഹായിക്കണമെന്ന് പറഞ്ഞ്. ഞാൻ ചോദിച്ചു എന്താ കാര്യമെന്ന് ചോദിച്ചു. ഒന്നുമില്ല, ഞാൻ വാഴക്കൊല കച്ചവടം ചെയ്യുന്ന ആളാണ്. കാര്യം പറയുമ്പോൾ എല്ലാം പറയണമല്ലോ നിങ്ങളുടെ. വാഴക്കൊല കച്ചവടം ചെയ്യുന്ന ആളാണ്. അപ്പോൾ ഞാൻ ഈ മഠങ്ങളിൽ, കന്യാസ്ത്രീ മഠങ്ങളിൽ പോയിട്ടാണ് വാഴക്കൊല എടുക്കൽ. വൈത്തിരി മഠത്തിൽ നിന്നാണ് ഞാൻ സാധാരണ സ്ഥിരം എടുക്കൽ. അവിടെ ആ വാഴക്കൊല സെഷനിലുള്ള കന്യാസ്ത്രീ ഉണ്ട്. അതും ഞാനുമായിട്ട് വലിയ ലോക്യത്തിലാണ്. പക്ഷേ ഞാൻ ഇങ്ങോട്ട് വിളിച്ചപ്പോൾ അവൾ പറയുന്നത് എന്തെന്ന് പറഞ്ഞാൽ, ക്രിസ്ത്യൻ മതത്തിൽ എന്താ തെറ്റ് കണ്ട അത് നിങ്ങളെങ്ങൾക്ക് പഠിപ്പിക്കാം, അപ്പോൾ മുസ്ലിം സമുദായത്തിൻ്റെ രീതി നിങ്ങൾക്ക് എന്നെ പഠിപ്പിക്കാമെന്ന് എൻ്റെ അടുത്ത് ചോദിച്ചു. അപ്പോൾ എനിക്ക് ക്രിസ്ത്യൻ മതത്തിൻ്റെ തത്വങ്ങളൊന്നും എനിക്കറിയില്ല, അതുകൊണ്ട് നിങ്ങൾ എന്നെ ഒന്ന് സഹായിക്കണമെന്ന് പറഞ്ഞു. അത്രയേ ഉള്ളൂ എന്ന് ചോദിച്ചാൽ. അപ്പോൾ ഞാൻ വരാം എന്ന് പറഞ്ഞു. പിറ്റേ ദിവസം തന്നെ അവരുടെ കൂട്ടത്തിൽ ഈ വാഴക്കൊല കറ വരേണ്ട ഒരു കള്ളിമുണ്ടും കൊടുത്ത് ഒരു ബനിയനും തലയിക്കെട്ടുമൊക്കെ ആയിട്ട് അവരുടെ കൂടെ ഞാനും പോയി. മനസ്സിലാക്കണം, വെറുതെ ഇരുന്നിട്ടില്ല. ഞാൻ ഇതുവരയ്ക്കും ഈ ഇസ്ലാമിലേക്ക് വന്നിരുന്ന് ഇത് വന്ന് 32ാമത്തെ കൊല്ലം, ഇതുവരയ്ക്കും വെറുതെ ഇരുന്നിട്ടില്ല. കോളേജുകൾ മുതൽ ഞാൻ ക്ലാസ് എടുക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞുതരാം നിങ്ങൾക്ക്. അങ്ങനെ ഞാൻ അവിടെ ചെന്നിട്ട് ഇവർ അവൾ കന്യാസ്ത്രീ ചോദിച്ചു, ഇതാരാ പുതിയ ആൾ? അത് നമ്മുടെ നാട്ടിൻ്റെ അടുത്തുള്ളതാണ് എന്ന് പറയാം. അവർ വാഴക്കൊല നോക്കി അങ്ങോട്ട് പോവും. ഞാനും ഈ കന്യാസ്ത്രീയുമായിട്ടാണ് സംഭാഷണം. അങ്ങനെ ആയപ്പോൾ 1 കഴിഞ്ഞു, 2 കഴിഞ്ഞു, 3ാമത്തെ കന്യാസ്ത്രീ എത്തി. 3 കന്യാസ്ത്രീമാർ. അങ്ങനെ കുറച്ച് പരിചയമായപ്പോൾ ഞാൻ ബൈബിളിൻ്റെ കാര്യമൊക്കെ പറഞ്ഞപ്പോൾ ഇവർക്കൊരു സംശയം. അപ്പം ഞാൻ പറഞ്ഞു നമുക്കത് രഹസ്യമായിട്ട് പറയാമെന്ന് പറഞ്ഞു. അങ്ങനെ ഇവർ വാഴക്കൊല നോക്കി പോയി കഴിഞ്ഞ് പറഞ്ഞാൽ ഞങ്ങൾ കാപ്പിത്തോട്ടത്തിൻ്റെ, ഈ വയനാട്ടിലുള്ള കാപ്പിത്തോട്ടം വലിയ ചെടിയാണ്. അതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ അറിയില്ല അതിൻ്റെ അകത്ത് ആളുണ്ടെന്ന്. അതിൻ്റെ ഉള്ളിൽ ഞങ്ങൾ 3 എണ്ണവും പോയി, ഈ 3 കന്യാസ്ത്രീയും ഞാനും ഒക്കെ പോയിരുന്നു കൊണ്ട് അവർക്ക് ക്ലാസ് എടുക്കലാണ്. ക്ലാസ് എടുത്ത് അവസാനം പറഞ്ഞ് ഇങ്ങോട്ട് വരാമെന്ന് പറഞ്ഞ് സമ്മതിച്ചു. 3-4 മാസം അതിൽ ബുദ്ധിമുട്ടിയാണ് ഏട്ടാ, മനസ്സിലാക്കണം. എന്നിട്ട് വരാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞ 6 മാസത്തിനൊരിക്കൽ നിങ്ങൾക്ക് നാട്ടിൽ പോകാനൊരു പെർമിറ്റുണ്ട്, മദറിൻ്റെ അടുത്ത് ചോദിച്ചിട്ട്. ആ മദറിൻ്റെ അടുത്ത് ചോദിച്ച് നിങ്ങൾ വന്ന് അടിവാരത്ത് എത്തിയാൽ മതി, ബാക്കി ഞങ്ങൾ വണ്ടിയുമായിട്ട് അവിടെ നിൽക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ സമ്മതിച്ച് അവർക്ക് വേണ്ടപ്പെട്ട പൈസ മുഴുവൻ എടുത്ത് അവർ പോന്നു. ഞങ്ങൾ വണ്ടിയുമായിട്ട് അവിടെ നിന്ന് അങ്ങനെ ഞങ്ങൾ പൊന്നാനിയെ കൊണ്ടുപോയി ഇസ്ലാം മതം സ്വീകരിച്ചു. ഇപ്പോൾ തലപ്പുഴയ്ക്കടുത്ത് അവർ 3 പേരും കല്യാണം കഴിഞ്ഞ് ഇപ്പോൾ 1-2 കുട്ടികളുമായിട്ട് സുഖമായിട്ട് ജീവിക്കുന്നുണ്ട്. മനസ്സിലാക്കണം നിങ്ങൾ, അത് നമ്മൾ ചെയ്യണം. യഹൂദി 71, നസറാക്കൾ 72, നമ്മൾ 73 സമുദായം. ഈ 72 സമുദായം എന്ന് പറഞ്ഞാൽ നസറാക്കളിൽ അച്ഛന്മാർക്ക് കല്യാണം കഴിക്കാൻ പാടില്ല, കന്യാസ്ത്രീമാർക്ക് കല്യാണം കഴിക്കാൻ പാടില്ല എന്നൊരു നിയമമില്ല. അത് ഇവരുണ്ടാക്കിയതാണ്. ആര്? റോമിലുള്ള മാർപ്പാപ്പായും അവരൊക്കെ ഉണ്ടാക്കിയതാണ്. കന്യാസ്ത്രീമാരും അച്ഛന്മാർക്കും കല്യാണം കഴിക്കാൻ പാടുന്ന റോമൻ കത്തോലിക്ക എന്ന് പറയുന്ന RC എന്ന് പറയുന്ന ഒരു സാധനം. ബാക്കിയുള്ള 71 സമുദായത്തിലുള്ള ക്രിസ്ത്യൻ സമുദായത്തെ അച്ഛന്മാർക്ക് പെണ്ണ് കെട്ടാൻ കന്യാസ്ത്രീമാരില്ല. ഈ കന്യാസ്ത്രീമാരെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മറിയം ബീവി കല്യാണം കഴിച്ചിട്ടില്ല, അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം പ്രസവിച്ചു. മറിയം ബീവിയോട് ഇവരെവിടെ? മനസ്സിലാക്കണം നിങ്ങൾ. അപ്പോൾ ആ ഐറ്റത്തിൽ കൂടിയാണ്. അങ്ങനെ ഒരുപാട് ഐറ്റങ്ങൾ നമ്മൾ കൈകാര്യം ചെയ്തു. ഇപ്പോഴാ ഈസ്റ്റർ വന്നു, കുരിശിൽ തറച്ചു, 3-ാം ദിവസം ഉയർത്തപ്പെട്ടു എന്ന്. ഞാനൊരു കാലത്ത് ആഘോഷിച്ച ആളാണ്, ജനങ്ങളെ കൊണ്ട് പറയിപ്പിച്ച ആളാണ്, ഇപ്പോൾ വെറുക്കുന്ന ആളാണ്. എന്തുകൊണ്ട്? കുരിശിൽ തറച്ചു, പക്ഷെ അത് ഈസേനല്ല. ഈസാ നബി അലൈഹി സ്വലാം 33-ാമത്തെ വയസ്സിൽ അവിടെ ഉയർത്തപ്പെട്ടിട്ടേ ഉള്ളൂ. മനസ്സിലാക്കണം. അപ്പോൾ അവിടെ കുരിശിൽ തറച്ച ആരാ? 30 വെള്ളിക്കാശിന് വേണ്ടി ഈ യൂദാസിന് വന്നിട്ട് യഹൂദന്മാർക്ക് ഒറ്റിക്കൊടുത്ത യൂദാസാണ്. ഈസ ഇരിക്കുന്ന സ്ഥലം കാണിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞ് അവരെയും കരാറ് ചെയ്ത് അവരെയും കൊണ്ട് വരുന്ന സമയത്താണ് ഇവിടെ വന്നിട്ട് അവരെ കുഹേര പുറത്ത് നിർത്തിയിട്ട് പറഞ്ഞു, നിങ്ങളവിടെ നിൽക്കി, ഞാൻ അകത്ത് ആളുണ്ടോ നോക്കിയിട്ട് വരാമെന്ന് അകത്ത് എന്ന് നോക്കുന്ന സമയത്ത് അവിടെ ആരെയും കാണാനില്ല. വെപ്രാളപ്പെട്ടു, വേദനപ്പെട്ടു. കാണിച്ചു കൊടുത്തില്ലെന്ന് പറഞ്ഞാൽ യഹൂദന്മാർ യൂദാസിനെ കൊല്ലും. വളരെ വിഷമത്തോടു കൂടി അതിൻ്റെ അകത്ത് കിടക്കുന്ന സമയത്താണ്
ലാദൽ അക്രി ലീബൽ ലവൂദി അക്രി ആസൽ മഹൂദ് ആദൽ ഈസാ നബി അലൈഹി ഇസ്ലാമിൻ്റെ മുഖച്ചായാലും പ്രകൃതിയും രൂപവും ഭാവനയൊക്കെ ഈസാ നബി അലൈഹി ഇസ്ലാമിൻ്റെ അതേ തോറ്റം യൂദാസിന് കാണിക്കപ്പെട്ടു. അകത്ത് പോയിട്ടുള്ള യൂദാസിനെ കാണാനില്ലെന്ന് പറഞ്ഞ് യഹൂദന്മാരെല്ലാം അകത്ത് നിന്ന് നോക്കുന്ന സമയത്ത് അവിടെ കിടക്കുന്ന യൂദാസല്ല, ഇത് ആൾ വേറെ, ഇതാണ് യേശു എന്ന് പറഞ്ഞ് അവർ പിടിച്ചു, കുരിശിൽ തറച്ചു. ഇത് തന്നെയാണ് അതിൻ്റെ കാരണം, മനസ്സിലാക്കണം. ഈ അള്ളാഹുവിൻ്റെ പ്രവാചകന്മാരെ ഒറ്റ ഒരെണ്ണത്തിന് ആണിയടിക്കാൻ അവിടെ കിട്ടിയിട്ടില്ല. അത് എവിടെയും ബാധിക്കാൻ ഞാൻ തയ്യാറാണ്. അതിനുള്ള തെളിവും എൻ്റെ അടുത്തുണ്ട്. ഒന്ന്. രണ്ടാമത്, മറിയം ബീവി ഈസേനെ പ്രസവിച്ച സ്ഥലം കന്നുകാലികളെ കെട്ടുന്ന കാലിത്തൊഴുത്തിൽ ആട്ടിടയന്മാരുടെ ഇടയ്ക്ക് ഒരു അള്ളാഹുവിൻ്റെ പ്രവാചകനെ പ്രസവിക്കുന്ന സ്ഥലം അവിടെയാണ്. അല്ല, പഴയ സുറിയാനി ഗ്രന്ഥം അവരുടെ ഗ്രന്ഥത്തിലുണ്ട്. ഞാനും അത് പഠിച്ചവനാണ്, അത് നടന്നവനാണ്. എന്നാൽ പഴയ സുറിയാനി ഗ്രന്ഥത്തിൽ അതല്ല പറഞ്ഞത്. ബൈത്തുൽ മുഖദ്ദസ് എന്ന് പറയുന്ന സ്ഥലത്ത് ഇമ്രാൻ എന്ന് പറഞ്ഞൊരു പണ്ഡിതനുണ്ടായിരുന്നു. ഇമ്രാൻ, അദ്ദേഹത്തിൻ്റെ ഭാര്യയാണ് അന്നത്ത് ബീവി. ഒരുപാട് പ്രായമായിരിക്കുന്ന ബീവിയാണ്. അവർ അള്ളാഹുവിൻ്റെ അടുത്ത് തേടി, എനിക്കൊരു കുട്ടീനെ കിട്ടിയാൽ അത് ബൈത്തുൽ മുഖദ്ദസ് പള്ളിയിൽ ഏൽപ്പിക്കാമെന്ന് പറഞ്ഞൊരു പ്രാർത്ഥന ഉണ്ടായിരുന്നു. അത് അള്ളാഹു തആല സ്വീകരിച്ചു. ആ പ്രായമായിരിക്കുന്ന അന്നത്ത് ബീവി ഗർഭമുണ്ടായി. പ്രസവിച്ച് നോക്കുമ്പോൾ ഒരു പെൺകുട്ടിയാണ്. അള്ളാഹ് ഇത് എന്ത് ചെയ്യാമെന്ന്, അത് പള്ളിയിലേക്ക് ഏൽപ്പിക്കാനുള്ള കൽപ്പന. ആ ബൈത്തുൽ മുഖദ്ദസ് പള്ളിയിൽ അന്ന് ഉള്ളത് സക്കരിയ നബി അലൈഹി ഇസ്ലാം, അവിടെ ഏൽപ്പിച്ചു. അതിൻ്റെ ചരിത്രങ്ങൾ ഒരുപാട് ഞാൻ ചുരുക്കി കൊണ്ടുവരികയാണ്. അത് ഒരു പെൺകുട്ടി ആയതുകൊണ്ട് അതിന് പ്രത്യേകം ഒരു ഇതൊക്കെ റൂമൊക്കെ ആക്കി ശരിയാക്കി അവിടെ താമസിച്ചിരുന്നു. അങ്ങനെ പെട്ടെന്ന് അള്ളാഹു തആല നേരിട്ടുള്ള ഭക്ഷണങ്ങൾ ഇറക്കി കൊടുത്തിരുന്നു. സക്കരിയ നബി അലൈഹി ഇസ്ലാം ഭക്ഷണം കൊണ്ട് മറിയം ബീവിക്ക് കൊടുത്തിരുന്നു, മനസ്സിലാക്കണം. എന്നിട്ട് മറിയം പെട്ടെന്ന് പ്രായപൂർത്തിയായി കഴിഞ്ഞ ശേഷം പള്ളിയുടെ പുറത്തിറങ്ങിയിട്ട് ആ മരുഭൂമി കൂടെ ഇങ്ങനെ നടന്നു പോകുന്ന സമയത്ത് ബിഹറിയ ബീദൽ മഹൂദി വിക്രി, അതായത് മലക്ക് ഇബ്രീൽ അലൈഹിസ്സലാം, ഞങ്ങൾ ഗബ്രിയേൽ എന്ന് പറയും ക്രിസ്ത്യൻ സമുദായത്തിൽ, മലക്ക് ഇബ്രീൽ അലൈഹിസ്സലാം മനുഷ്യരൂപത്തിൽ ഇറങ്ങി. അതുമായിട്ട് അവർ തമ്മിലൊരു ചെറിയൊരു സംഭാഷണം, അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഒരു ചർച്ച ഉണ്ട്. അപ്പോൾ ഇബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞ്, അള്ളാഹുവിൻ്റെ കൽപ്പനയാണ് നീ ഒരു കുട്ടീനെ പ്രസവിക്കണമെന്ന് പറഞ്ഞ് ഞാനൊരു പുരുഷന്മാരുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത ഞാൻ എങ്ങനെ ഒരു കുട്ടീനെ പ്രസവിക്കാമെന്ന് പറഞ്ഞു. അത് അള്ളാഹുവിൻ്റെ കൽപ്പന പ്രസവിക്കണമെന്ന് പറഞ്ഞ് ഇവിടെ ഊതി. അത് ചരിത്രം ഒരുപാടാണ്, അത് ഞാൻ പെണ്ണുങ്ങൾ ക്ലാസ് എടുക്കലാണ്. അപ്പോൾ ഇവിടെ ഊതി കഴിഞ്ഞപ്പോൾ അപ്പം തന്നെ മറിയം ബീവി ഗർഭമുണ്ടായി. അങ്ങനെ തിരിച്ച് പള്ളിയിലേക്ക് പോകാതെ ആ മരുഭൂമിയിൽ കൂടെ ഇങ്ങനെ നടന്നു പോകുന്ന സമയത്താണ് ഉണങ്ങി കരുകിപ്പോയൊരു പട്ട പോലും ഇല്ലാത്ത ഒരു ഈന്തപ്പന അവിടെ നിൽപ്പുണ്ട്. മെഹദി ആസൽ മഹാ ലാബൽ അബർലി വീസൽ മുഹൂദ. ഉണങ്ങി കരുകിപ്പോയൊരു പട്ട പോലും ഇല്ലാത്ത ഒരു ഈന്തപ്പന അവിടെ നിൽക്കുന്നുണ്ട്. അള്ളാഹുവിൻ്റെ കൽപ്പന അവിടെ ഇരിക്കാനാണ്. അവിടെ ഇരുന്ന് കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് ആ മരം ഇലകൾ തെളിക്കുകയും പൂക്കുകയും കാക്കുകയും പഴമാകുകയും ചെയ്തപ്പോൾ പിടിച്ച് കുലുക്കുക, വീഴും പറക്കി ഭക്ഷിക്കാനും കൽപ്പന കൊടുത്തിരുന്നു. അവിടെ നിന്നാണ് മറിയം ബീബി പ്രസവിച്ചത്. എവിടെ നിന്നാ? കന്നുകാലികളെ കെട്ടുന്ന കാലിത്തൊഴുത്തിലല്ല. ഒരു കാലത്ത് ഞാനത് പാടി നടന്നവനാണ്. യഥാർത്ഥം മനസ്സിലായപ്പോൾ, ആ ഗ്രന്ഥങ്ങളുടെ രീതി മനസ്സിലാക്കിയപ്പോൾ അത് ശരിയല്ല എന്ന് തോന്നി, മനസ്സിലാക്കണം. അവരുമായിട്ട് എതിർക്കാൻ തുടങ്ങി. മറിയം ബീവി പ്രസവിച്ച് കാലിത്തൊഴുത്തിലെ ആട്ടിടയന്മാരുടെ ഇടയ്ക്കല്ല. എവിടെ പിന്നെ? ഉണങ്ങി കരുകിപ്പോൾ ഒരു പട്ട പോലുമില്ലാത്ത ഒരു ഈന്തപ്പനയുടെ ചുവട്ടിലാണ്. അവ കുട്ടിയായിരിക്കുന്ന സമയത്ത് ജനങ്ങളുടെ ആരോപണങ്ങൾ വന്നു. അതായത് നീ നല്ല കുടുംബത്തിൽ ജനിച്ച നീ പിഴച്ചു പോയി. ആരോപണം വന്നപ്പോൾ അള്ളാഹുവിൻ്റെ അടുത്ത് തേടിയപ്പോൾ അള്ളാഹു പറഞ്ഞു, നീ ഒന്നും മിണ്ടണ്ട. ഒന്നും മിണ്ടേണ്ട ആവശ്യമില്ല. ആരെന്ത് ചോദിച്ചു കയറുന്നാലും ആ കുട്ടീനെ കാണിച്ചു കൊടുത്താൽ മതി, അതിന് മറുപടി പറഞ്ഞോളൂ എന്ന്. അത് പറഞ്ഞപ്പോൾ ജനങ്ങൾ പറഞ്ഞു, നിനക്ക് ഭ്രാന്താണ്, പിഞ്ച് പൈതൽ എങ്ങനെയാണ് സംസാരിക്കുക? പിഞ്ച് പൈതൽ എങ്ങനെയാണ് സംസാരിക്കാമെന്ന് ചോദിച്ചപ്പോൾ ആണ് ഈസാ നബി അലൈഹി ഇസ്ലാം തൊട്ടിൽ കുട്ടിയായിട്ട് കിടന്നുകൊണ്ട് പറഞ്ഞ്, കാനൽ ലഹറിയ ലാസൽ മുഹൂസി അള്ളാഹ് എന്ന് പറഞ്ഞു. ഞാൻ അള്ളാഹുവിൻ്റെ അടിമയും പ്രവാചകനെന്നേ പറഞ്ഞിട്ടുള്ളൂ, അല്ലാതെ ഞാൻ അള്ളാഹുവിൻ്റെ പുത്രനാണെന്ന് അവിടെ പറഞ്ഞിട്ടില്ല. അള്ളാഹുവിന് അങ്ങനെ ഒരു പുത്രനുമില്ല, മനസ്സിലാക്കണം. ഇത് രണ്ട് ഐറ്റമാണ് നിങ്ങൾക്ക് മനസ്സിലാക്കി തന്നത്. മൂന്നാമത് ഒന്നുകൂടെ ഞാൻ പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തും. മൂന്നാമത്തെ ഐറ്റം എന്താണെന്ന് പറഞ്ഞാൽ, മൂന്നാമത്തെ ഐറ്റം ഈസാ നബി അലൈഹി ഇസ്ലാമിൻ്റെ ആ തത്വം തന്നെയാണ്.
ഈസാ നബി അലൈഹി ഇസ്ലാമിനെ ഇപ്പോൾ കുരിശിൽ തറച്ചു, പിന്നെ അവിടെ മറവ് ചെയ്തിരിക്കുന്നത്. ഞാൻ ഇപ്പോഴും അച്ഛന്മാർക്ക് ചോദിക്കുന്നത് ഈസാ നബി അലൈഹി ഇസ്ലാമിനെ എവിടെയാണ് മറവ് ചെയ്തിട്ടുള്ളതെന്ന്. ഈസാ നബി അലൈഹി ഇസ്ലാമിനെ അല്ല, കുരിശിൽ തറച്ച ആളിനെ എവിടെയാണ് മറവ് ചെയ്തിട്ടുള്ളത് എന്ന് ചോദിച്ചപ്പോൾ അവർ പറയുന്നത് റോമിലാണെന്ന്. അല്ല എൻ്റെ സഹോദരന്മാരെ, റോമിലല്ല. ഈസാ നബി അലൈഹി ഇസ്ലാമിനെ കുരിശിൽ തറച്ച് അദ്ദേഹം 3-ാം ദിവസം ഉയർത്തപ്പെട്ടതിന് ശേഷം റോമിലല്ല മറവ് ചെയ്തിരിക്കുന്നത്. പിന്നെ എവിടെയാണ് ഞാൻ പറയാം. ഈസാ നബി അലൈഹി ഇസ്ലാമിന് ഉയർത്തപ്പെട്ടിരിക്കുകയാണ്. അതേ ഈസാ നബി അലൈഹി ഇസ്ലാം ഉയർത്തപ്പെട്ടിരിക്കുന്ന അദ്ദേഹം അവസാന കാലത്ത് ഇവിടെ ഇറങ്ങി വരും. ഇറങ്ങി വന്നു കഴിഞ്ഞാൽ ആരെന്ന് പറഞ്ഞാൽ ഇവിടെ ഒരാളുണ്ടല്ലോ, ദജാൽ എന്ന് പറയുന്ന സാധനം, ഒറ്റക്കണ്ണൻ. ഈസാ നബി അലൈഹി ഇസ്ലാമിൻ്റെ കയ്യിലുള്ള വാള് കൊണ്ടൊരു ചെറിയ പോറൽ തട്ടി അവൻ മരിക്കണമെന്നാണ് അതിൻ്റെ ഐറ്റം. ഇവിടെ വന്ന് അവനുമായിട്ട് യുദ്ധം ചെയ്തിട്ട് ദജാലിനെ കൊല്ലും, ചുരുക്കി കൊണ്ടുവരിക. അവനെ കൊന്നു കഴിഞ്ഞതിന് ശേഷം ഇതൊക്കെ വലിച്ച് ദൂരെ എറിഞ്ഞുകൊണ്ട് ഈസാ നബി അലൈഹി ഇസ്ലാം ഇവിടെ 7 കൊല്ലത്തെ പരിശുദ്ധ ഇസ്ലാം മതപ്രവർത്തനം ചെയ്യുക. മനസ്സിലാക്കണം. ആ 7 കൊല്ലത്തെ മതപ്രവർത്തനം കഴിഞ്ഞിട്ട് അദ്ദേഹം മരണപ്പെടും. മരണപ്പെട്ട് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ആ ഖബർസ്ഥാനം എവിടെയാണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞാൽ റോമിലാണെന്ന്. അല്ല സഹോദരന്മാരെ, എല്ലാം മനസ്സിലാക്കണം. ഈസാ നബി അലൈഹി ഇസ്ലാമിൻ്റെ ഖബർസ്ഥാനം എവിടെയെന്ന് പറഞ്ഞാൽ കാനൽ ലിഹ്രിയ മോദൽ മഹൂദ് സാലൽ ലഗരി ലീബൽ ലാദൽ മദീന. മദീന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കവറിൻ്റെ അടുത്ത് ഇപ്പോഴും സ്ഥലം ഒഴിവായി കിടക്കുകയാണെന്നുള്ള എൻ്റെ പഴയ സുറിയാനി ഗ്രന്ഥത്തിൽ 36-ാമത്തെ പേജിൽ എൻ്റെ കയ്യിലുണ്ട്. ഇവന്മാർ വന്നു കഴിഞ്ഞാൽ അവന്മാരുടെ തലയിൽ അടിച്ച് കാണിച്ചു കൊടുക്കും, മുണ്ടയ്ക്കാൻ ഇടില്ല, തെളിവുണ്ട്. ഇതാണ് അതിൻ്റെ ഐറ്റങ്ങൾ. അതുകൊണ്ട് എൻ്റെ സഹോദരന്മാരെ, നമ്മൾ നല്ല കാര്യങ്ങൾ ചെയ്യുക, നല്ല അടിസ്ഥാനത്തിൽ കൂടെ പോവുക, നല്ല രീതിയിൽ വരിക. നിങ്ങൾ നോക്കി, ഞാൻ ഇതിൽ വന്നിട്ട് ഒരു സുഖവും ഞാൻ അനുഭവിച്ചവനല്ല. എൻ്റെ അടുത്ത് ഒരു ദിവസം ഞാൻ കൊണ്ടോട്ടിയിൽ നിൽക്കുന്ന സമയത്ത് തന്നെ ഞാനവിടെ വെള്ളിയാഴ്ച ഒരു ദിവസം പള്ളിയിൽ പോയപ്പോൾ നമ്മുടെ ഇപ്പോൾ മരണപ്പെട്ടു നമ്മുടെ സെർത്തേരി ഉസ്താദ് ചെമ്മാട് ദാറുലോതയിലാണ്. എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, മുണ്ടയ്ക്കൻ നിങ്ങളൊരു കാര്യം ചെയ്യുക, നിങ്ങളവിടെ വന്നിട്ട് ആ കുട്ടികൾക്കൊക്കെ ക്ലാസ് എടുക്കുക എന്ന് പറഞ്ഞു. ഞാനങ്ങനെ പോയിട്ട് അവിടെ 2 പ്രാവശ്യം ഞാൻ ക്ലാസ് എടുത്താണ്. മനസ്സിലാക്കുക, അവിടെ ഉള്ള ഏത് ഉദവിമാരും മുണ്ടയ്ക്കനെ അറിയും. അപ്പോൾ ഞാൻ ക്ലാസ് എടുത്തു. അതിൻ്റെ കീഴിലുള്ള കോളേജുകൾ കൂടുതലും ഞാൻ കാസർഗോഡാണ് ക്ലാസ് എടുക്കൽ. ലാസ്റ്റിൽ വന്നിട്ട് വല്ലപ്പുഴ എല്ലാ കോളേജിലും ഞാൻ ക്ലാസ് എടുത്തു. കാസർഗോഡ് ചട്ടഞ്ചാലും അതേമാതിരി വന്നിട്ട് മാലിക്കുനാരി കോളേജിലാണ് ലാസ്റ്റ് ക്ലാസ് എടുത്തത്. അവിടെ മഞ്ചേശ്വരത്തും കാസർഗോഡും 3-4 പരിപാടിക്ക് എന്നെ ക്ഷണിച്ച് ഞാൻ പോയിട്ടുണ്ട്. മനസ്സിലാക്കണം. അപ്പോൾ ഇതൊക്കെ ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുന്നത് എന്തെന്ന് പറഞ്ഞു തന്നാൽ, എനിക്ക് ഒഴിവായിട്ടല്ല, ഞാൻ എല്ലായിടത്തും പോകുന്നുണ്ട്. പിന്നെ അതായത് വളാഞ്ചേരി മർക്കത്ത് എന്ന് പറഞ്ഞൊരു കോളേജുണ്ട്, നമ്മുടെ തന്നെയാണ്. ആ വളാഞ്ചേരി മർക്കത്തിൽ ഞാൻ അവിടെ ക്ലാസ് എടുത്തു. അതിൻ്റെ കീഴിലുള്ള എല്ലാ കോളേജുകളിലും പോയിട്ട് ക്ലാസ് എടുത്തു. അതെനിക്ക് വായിക്കണ്ട, അവിടെ വയ്ക്കില്ല, അതൊന്നും വായിക്കണം. അപ്പോൾ അങ്ങനെ എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനിയിപ്പോൾ അതാ കാവന്നൂരൊരു കോളേജുണ്ട്, പിന്നെ വന്ന് കാളികാവിൽ ഇപ്പോൾ ഒരു പുതിയ കോളേജ് തുടങ്ങിയിട്ടുണ്ട്. ഇവിടെയൊക്കെ പോകണം. പട്ടിക്കാട് ജാമ്യയിൽ എനിക്കൊരു ക്ലാസ് എടുക്കണം. നന്ദിയിലൊക്കെ ഞാൻ ക്ലാസ് എടുത്തതാണ്. മനസ്സിലാക്കുന്നുണ്ടോ? അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഇനിയും ചെയ്യും. അതിനുവേണ്ടി അള്ളാഹു നമുക്ക് തോഫീക്ക് ചെയ്യുമാറാവട്ടെ. അതിന് എല്ലാവരും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ. നമ്മളൊരു പാവപ്പെട്ടവനാണ്, മനസ്സിലാക്കണം. അതുകൊണ്ട് നിങ്ങൾക്ക് അടുത്ത് എനിക്ക് പറയാനുള്ള എന്താണെന്ന് പറഞ്ഞാൽ, നിങ്ങൾ നല്ല കാര്യങ്ങൾ ചെയ്യുക. നമ്മളെന്തെങ്കിലും തെറ്റോ കുറ്റങ്ങളോ പാവങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെയും നമ്മളെന്തെങ്കിലും നല്ല കാര്യങ്ങളൊന്ന് ചെയ്ത്, ചെറിയ കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ അള്ളാഹുവിൻ്റെ അടുത്ത് നമ്മൾ കൈനീട്ടിയിട്ട് നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ അപ്പോൾ അതിന് നമുക്ക് മാപ്പുണ്ട്. അത് നമ്മൾ കണക്കാക്കി നല്ല രീതിയിൽ കൂടെ നമ്മൾ പോകണം, നല്ല രീതിയിൽ നമ്മൾ പിടിച്ചു പോകണം, പോയി വരണം എന്ന് പറഞ്ഞ് മാത്രമേ എനിക്ക് പറയാനുള്ളത്. പറഞ്ഞും കൊണ്ട് ഞാൻ നിർത്തുകയാണ്. ഈ സങ്കല്പം ഞാൻ ഉദ്ഘാടനം ചെയ്യാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞും കൊണ്ട് ഇത് ഞാൻ ഉദ്ഘാടനം ചെയ്ത് നിർത്തിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഒന്ന് നിങ്ങൾക്കൊരു കാര്യം കൂടെ പറയാനുള്ളത്, നിങ്ങൾ ഒന്ന് മനസ്സിലാക്കണം. ഇവിടെ നമുക്ക് മഹാന്മാർ 2 പേര് വന്നിട്ടുണ്ട്. ഒന്ന് മഹാനായ കണ്യത്ത് ഉസ്താദ് അവർകളും മഹാനായ ശൈഖുനാ ശംസുലമയും. ഞാൻ ഒരു ദിവസമെങ്കിലും മഹാനായ ശൈഖുനാ ശംസുലമയുടെ പേരിൽ
ഫാത്തിഹ ഓതി 100 സലാത്ത് ചൊല്ലി 200 നിക്കറൊക്കെ ചൊല്ലിയിട്ട് എൻ്റെ കിടത്തമൊക്കെ. ഞാനത് ചെയ്യുന്നുണ്ട്. അദ്ദേഹം തന്ന അനുഗ്രഹം എനിക്കുണ്ട്, മനസ്സിലാക്കണം. ആ വഴി കൂടെ എൻ്റെ പോക്ക്. എനിക്ക് ഒരു ശത്രുക്കളും എന്നെ വന്നിട്ടൊന്നും ചെയ്യാൻ കഴിയില്ല. സമയം അടുക്കുന്ന സമയത്ത് നമ്മളെല്ലാവരും പോകേണ്ടിയാണ്. ആ വിശ്വാസത്തോട് പോകാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യുമാറാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.